നാം ആരും ഇവിടെ ശാശ്വതമായി കഴിയാൻ വേണ്ടി വന്നവർ അല്ല. ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ ധാരാളം അല്ലാഹു തആല ഈ ലോകത്തിന് നിലനിൽപ്പില്ല എന്നും ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ലോകം അത് ആഖിറമാണെന്നും ആ ആഖിറത്തിന്റെ നിങ്ങൾക്കുള്ള വിജയത്തിനു വേണ്ടി സമ്പാദിക്കാൻ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ലോകമാണ് ഭൗതിക ലോകമെന്നും പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ മആരിജ് എന്ന ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ആ സൂറത്തിന്റെ തുടക്കം തന്നെ അന്ത്യനാളിനെ കുറിച്ചാണ്. ആ അന്ത്യനാളിനെ കുറിച്ച് പ്രസ്താവിച്ചതിന് ശേഷം അല്ലാഹു തആല മനുഷ്യരോട് പറഞ്ഞു, ഫസ്ബിർ സബ്റൻ ജമീല. നിങ്ങൾ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ല ക്ഷമ വേണം. മനുഷ്യന്റെ ദേഹേച്ഛ നല്ല കാര്യം ചെയ്യാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല. മറിച്ച് തെറ്റായ കാര്യം ചെയ്യാൻ മനുഷ്യന്റെ ദേഹേച്ഛ ഏറ്റവും മുന്നിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒന്നാമത്തെ ശത്രു തന്നെ ദേഹേച്ഛയാണ്. കേവലം ഇബ്ലീസ് മാത്രമല്ല നമ്മുടെ ശത്രു, മറിച്ച് ദേഹേച്ഛ. നാം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുക, അതാണ് ദേഹേച്ഛ എന്ന്, തടീച്ഛ എന്ന് പറയും. ആ തടീച്ഛ മനുഷ്യന്റെ ശത്രുവാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ തടീച്ഛ എന്നത് മനുഷ്യന്റെ ശത്രുവാകാൻ കാരണം? മനുഷ്യന്റെ തടി ഒരിക്കലും നല്ലത് ചെയ്യാൻ ഇഷ്ടപ്പെടൂല, മനുഷ്യന്റെ സ്വഭാവമാണ്. അതേ സമയത്ത് തെറ്റിലേക്ക് മനുഷ്യന്റെ ശരീരം വേഗം ചാടി വീഴ്ന്നു പോകും. നല്ലതിലേക്ക് മനുഷ്യന്റെ ശരീരം അടുക്കുന്നത് വളരെ വൈകിട്ടാണ്. പക്ഷേ തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കാനും ദേഹേച്ഛ പറഞ്ഞതുപോലെ അനുസരിക്കാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ക്ഷമ എന്നത്. മനുഷ്യന് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ കുറെ നല്ല കാര്യം ചെയ്യാനാകൂ. മനുഷ്യന് ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ കുറെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫസ്ബിർ സബ്റൻ ജമീല. നിങ്ങൾ നല്ല ക്ഷമയുള്ളവരാകണം. ആ ഖിയാമത്ത് നാൾ എന്നത് ചില ആളുകൾ മനസ്സിലാക്കിയത് അതിപ്പോ വേഗമൊന്നുമില്ല, കുറെ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അത് വെറുതെ പറയാണ് എന്ന് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ. ചില ആളുകൾ ആ അന്ത്യനാള് അത് സംഭവ്യമല്ല എന്നും, അതാണ് അത് നടക്കുന്ന കാര്യമൊന്നും അല്ല എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ വനറാഹു ഖരീബ, ഖുർആൻ പറഞ്ഞു ആ അന്ത്യനാൾ സംഭവിക്കുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ആ അന്ത്യനാൾ സംഭവിച്ചാൽ മനുഷ്യന് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ നേരല്ല. ഇന്ന് ദുനിയാവിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് അറിയേണ്ടുന്നതിലേറെ താല്പര്യം മറ്റുള്ളവരെ കുറിച്ച് അറിയുന്നതിലാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞു? എനിക്ക് എന്നെ കുറിച്ച് അറിയുന്നതിലേറെ എനിക്ക് ആഗ്രഹം മറ്റുള്ളവനെ കുറിച്ച് അറിയുന്നതിലാണ്. മറ്റുള്ളവൻ എന്ത് ചെയ്തു, അവനെന്ത് തെറ്റ് ചെയ്തു, അവനെവിടെ പോയി, അവൻ എവിടുന്ന് വന്നു, അവൻ എന്തിലേക്ക് നോക്കി,
അവൻ ആരോടെന്ത് സംസാരിച്ചു, അവൻ എന്ത് കേട്ടു, അവൻ എന്ത് ചിന്തിച്ചു, അവൻ എന്താലോചിച്ചു, ഒക്കെ അവൻ 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 അതാണ്. അവനെ കുറിച്ചാണ് ചിന്തിക്കാൻ നേരം. അതേ സമയത്ത് ഞാൻ എന്ത് സംസാരിച്ചു, ഞാൻ എന്ത് ആലോചിച്ചു, ഞാൻ ആരോട് എന്ത് മിണ്ടി, ഞാൻ എന്തിലേക്ക് നോക്കി, ആരിലേക്ക് നോക്കി, ഞാൻ എന്ത് കേട്ടു, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എവിടേക്ക് പോയി, ഞാൻ എന്തിലേക്ക് നടന്നു നീങ്ങി, ഞാൻ എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് തീരെ നേരല്ല. അതേ സമയം സുഹൃത്തുക്കളെ, ഓ ഉമ്മ പെങ്ങന്മാരെ, നമുക്ക് ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത അതായി യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. സ്വന്തം മക്കളെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത ദിവസമാണത്. വസാഹിബതിഹി വഅഖീ, ജീവിതത്തിലേറെ സ്നേഹിച്ച സ്വന്തം ഭാര്യയെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ലാത്ത ദിവസമാണത്. കൂടെ നടന്ന കൂട്ടുകാരനെ പോലും മറന്നു പോകുന്ന ദിവസമാണത്. വഫസ്വീലതിഹി അല്ലതീ തുവീ, ദുനിയാവിൽ തന്നെ സ്നേഹിച്ച തന്റെ കുടുംബം, ആ കുടുംബത്തെ പോലും മറന്നു പോകുന്ന ദിവസമാണത്. വമൻ ഫിൽ അർളി ജമീഅ, ഖുർആൻ പറഞ്ഞു, ലോകത്തുള്ള ഒരാളെയും ഓർക്കാൻ കഴിയാത്ത ദിവസമാണത്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ള ബാപ്പാനെ അവിടെ ഓർമ്മ വരാതിരിക്കാൻ കാരണം എന്താണ്? ഉമ്മാനെ ഓർമ്മ വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ഭാര്യ മക്കളെ കുറിച്ച് ചിന്തിക്കാൻ നേരം കിട്ടാത്തതിന്റെ കാരണം എന്താണ്? ദുനിയാവിൽ കൂടെ നടന്ന കൂട്ടുകാരില്ലേ ചെറുപ്പക്കാരെ, സ്നേഹിതന്മാരില്ലേ ചെറുപ്പക്കാരെ, ജീവന് പകരം ജീവൻ തരുന്ന സ്നേഹിതന്മാരില്ലേ, ഫ്രണ്ട്സുമാരില്ലേ, ആ സ്നേഹിതന്മാരെ ഓർക്കാതിരിക്കാൻ കാരണം എന്താണ്? ബാപ്പാനോടുള്ള കടപ്പാടറിയാത്തത് കൊണ്ടാണോ? ഉമ്മാനോടുള്ള ആദരവ് അറിയാത്തത് കൊണ്ടാണോ? ഭാര്യയോടുള്ള സ്നേഹം അറിയാത്തത് കൊണ്ടാണോ? മക്കളോടുള്ള വാത്സല്യം അറിയാത്തത് കൊണ്ടാണോ? കൂട്ടുകാരോടുള്ള കാരുണ്യം അറിയാത്തത് കൊണ്ടാണോ? അല്ല, അതെല്ലാം അറിയുന്നു. പിന്നെന്തേ അവരെ കുറിച്ച് ആ നാളിൽ ഓർക്കാൻ നേരം കിട്ടാത്തത്, ആ നാളിൽ ചിന്തിക്കാൻ നേരം കിട്ടാത്തത്? അതിന്റെ കാരണം ആ നാള് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാനുള്ള ദിവസമല്ല, സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ദിവസമാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഈ വാള് പറയുന്ന നൗഫൽ സഖാഫിക്ക് എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള നേരം, എനിക്ക് എന്നെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നേരമുണ്ടാവുക. ഓ എന്റെ വാള് കേൾക്കുന്ന നല്ലവരായ ബാപ്പമാരെ, ഉമ്മമാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മറക്കപ്പുറത്തിരുന്നു വാള് കേൾക്കുന്ന യുവതികളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നേരമുണ്ടാവുക. ആ ലോകം അങ്ങനെയല്ല. സ്വന്തത്തെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു നേരം. ബാപ്പാനെ കുറിച്ച് ചിന്തിക്കാൻ നേരല്ല, ഉമ്മാനെ കുറിച്ച് ആലോചിക്കാൻ നേരമില്ല. ആ നേരം തദ്ഉമൻ അദ്ബറ വതവല്ല. ഖുർആൻ പറഞ്ഞു, ആളിക്കത്തുന്ന നരകം, ആ നരകം അവിടുന്ന് വിളിച്ചു പറയുകയാണ്,
തദ്ഉ മൻ അദ്ബറ വതവല്ല. ഈ ആളിക്കത്തുന്ന നരകം, ആ നരകം ഓരോ മനുഷ്യന്റെ പേര് പറഞ്ഞു വിളിക്കുന്നു. ഇങ്ങോട്ട് വാ, നീ എനിക്കുള്ളതാണ്, നീ എനിക്കുള്ളവളാണ്, നീ എനിക്കുള്ളവളാണ്. ആണിനെയും പെണ്ണിനെയും നരകം ഇങ്ങനെ വിളിക്കുകയാണ്. ആരാണവർ? തദ്ഉ മൻ അദ്ബറ വതവല്ല. ദുനിയാവിൽ നല്ലത് ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് പോലും നല്ലത് ചെയ്യാതെ പിറകോട്ട് പോയവൻ, അതുപോലെ തന്നെ ഈമാനിനെ തൊട്ട് തെറ്റി നിന്നവൻ, അവനെ നരകം വിളിക്കുകയാണ്. വാടാ വാടി. ഇപ്പൊ ഇവിടെ ചർച്ച നടക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അധ്യാപകന്മാര് വാടാ എന്ന് വിളിക്കാൻ പാടില്ല, വാടി എന്ന് വിളിക്കാൻ പാടില്ല. അത് കുട്ടികളുടെ മനസ്സിൽ സ്നേഹം നൽകാതിരിക്കുന്നതിന്റെ തെളിവാണ്. വാ എന്ന് വിളിച്ചാൽ മതി, വാടാ വാടി അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് നമ്മുടെ കേരള ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ നരകത്തിന് എല്ലാം കണക്കല്ലേ. നരകം വിളിക്കുന്നു വാടാ. ദുനിയാവിൽ നല്ലത് ചെയ്യാൻ അവസരം കിട്ടിയിട്ടു നല്ലത് ചെയ്യാതെ പിറകോട്ട് പോയവനാണ് നീ. വാടി. ദുനിയാവിൽ നിനക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ടു അതിൽ നിന്ന് പിറകോട്ട് പോയവളാണ് നീ. വാടി, നീ എനിക്കുള്ളവളാണ്. പൊതുവെ മനുഷ്യന്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ, പൊതുവെ മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ ദൗർബല്യമുള്ളവനാണ്. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, നായ ഐനുൻ നജസാണ്. ജീവികളെ കൂട്ടത്തിൽ മുഗല്ലളായ നജസ്, കടുപ്പമുള്ള നജസ്. ആ നായ തൊട്ടാൽ, നനവോടുകൂടെ തൊട്ടാൽ, നനവില്ലെങ്കിൽ അല്ല, ഒന്നിരിക്കലോ തൊട്ട നായയിൽ നനവുണ്ടാകണം, അല്ലെങ്കിൽ ആ നായ തൊട്ട സ്ഥലത്ത് നനവുണ്ടാകണം. അങ്ങനെ നനവോടുകൂടെ നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്. അതിൽ ഒന്ന് അതാ കളിമണ്ണ് ചേർത്തിയ വെള്ളം ഉണ്ടായിരിക്കണം. അത് എല്ലാവർക്കും അറിയുന്ന മസലയാണ്. എന്നാൽ വാത് കേൾക്കുന്ന ഉമ്മമാരെ, വീട്ടിൽ പൂച്ചയെ വളർത്തുന്നവർ ഉണ്ടാകും. പൂച്ച എന്നത് തിന്നപ്പെടാത്ത ജീവിയാണ്. പൂച്ചയെ തിന്നാൻ പറ്റുമോ? പറ്റൂല. പൂച്ചയെ വളർത്താം, പൂച്ചയെ സ്നേഹിക്കാം. പൂച്ച നജസല്ല, നായ നജസായതുപോലെ പൂച്ച നജസല്ല. അതേ സമയത്ത് തിന്നപ്പെടാത്ത ഒരു ജീവി, ആ ജീവിയുടെ ജീവൻ ഉള്ള സമയത്ത് അതിന്റെ ശരീരത്തിൽ നിന്ന് രോമം വിട്ടുപിരിഞ്ഞു വന്നാൽ, ആ വിട്ടുപിരിഞ്ഞ രോമം അത് നജസാണ് കേട്ടോ. ഒരിക്കലും നായയെ ബെഡിൽ പൂച്ചയെ ബെഡിൽ കൊണ്ടുവന്നിരുത്തരുത്. നിസ്കാരപ്പായയിൽ വന്നിരിക്കാൻ പൂച്ചക്ക് അവസരം കൊടുക്കരുത്. പൂച്ചയെ സ്നേഹിക്കണം, പൂച്ചയെ വളർത്താം. പക്ഷേ പൂച്ചയുടെ ജീവിതകാലത്ത് ആ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ പിരിഞ്ഞു വന്നാൽ ആ രോമം നജസാണ്. ആ നജസായ രോമത്തെ കുറിച്ച് നമ്മുടെ ശാഫിഈ മദ്ഹബിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ശാഫിഈ മദ്ഹബുകാരല്ലേ. എന്താണ് കാഴ്ചപ്പാട്? അതിന്റെ അല്പത്തെ തൊട്ട് മാത്രമാണ് മാപ്പുള്ളത്. അതേ സമയത്ത് കൂടുതലായി പോയാൽ മാപ്പില്ല. അതോടുകൂടെ നിസ്കരിച്ചാലോ, ആ മുസല്ലയിലോ പായയിലോ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹ് അല്ല. കാരണം അതിൽ അല്പത്തെ തൊട്ട് മാത്രമാണ് മാപ്പുള്ളത്, കൂടുതലായാൽ മാപ്പില്ല. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്നാൽ നായ അങ്ങനെയല്ല. നായ
അത് മുഗല്ലദായ നജസാണ്. ഒരിക്കലും നായയെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഊറക്കിട്ടത് കൊണ്ട് നായയെ ശുദ്ധിയാക്കാൻ പറ്റൂല. നായ കടുപ്പുള്ള നജസാണ്. എന്നാൽ ആ നായക്ക് നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അതാ ബാക്കിയുള്ളത്. നിങ്ങളെ വീട്ടിന്റെ അരികിൽ ഒരു നായ വന്നാൽ ആ നായക്ക് വേണ്ടി നിങ്ങളതാ കൊണ്ടുപോയി തട്ടിക്കൊടുത്താൽ ആ നായ കഴിക്കുന്നു. കഴിച്ച് തിരിച്ചു പോകുമ്പോൾ നായയുടെ ഭാഷയിൽ വാലാട്ടിയിട്ട് നായ ഭക്ഷണം കൊടുത്ത ഈ മനുഷ്യനോട് നന്ദി കാണിക്കുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ആടിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആട് വളർത്തുന്നവരില്ലേ? ആട് വലിയ ബറക്കത്തുള്ള ജീവിയല്ലേ? ആട് വളർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആട് വളർത്തൂ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? കാരണം ആട്ടിൽ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നാൽ ആ ആട് എത്രയാണ് സ്നേഹിക്കുന്നത്. എന്റെ അതാ ദർസിൽ ഒരു 2 ചെറിയ ആടുണ്ട്. 2 ചെറിയ ആട്. ഞാൻ പോയാൽ ഈ ആട് ഓടി എൻ്റെ അടുത്തേക്ക് വരും. വയല് കഴിഞ്ഞ് പോയിട്ട് പിറ്റേന്ന് പകല് വയലിലേക്കെല്ലാം ഇറങ്ങുമ്പോ ഈ ആടിൻ്റെ അടുത്തേക്ക് ഓടി വരും. ആടിന് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്താൽ, കഴിക്കാൻ കൊടുത്താൽ ആട് അതിൻ്റെതായ ഭാഷയിൽ സ്നേഹം പ്രകടിപ്പിക്കും. ആടിന് സ്നേഹം, നന്ദി രേഖപ്പെടുത്താൻ ആടിന് കഴിയും. നായക്ക് പോലും കഴിയും, മറ്റു ജീവികൾക്ക് കഴിയും. എന്നാൽ ഒരിക്കലും എത്ര കണ്ട് നന്ദി രേഖപ്പെടുത്താൻ നോക്കിയാലും, നന്ദി പ്രകടിപ്പിക്കാൻ നോക്കിയാലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത അനുഗ്രഹമല്ലേ യജമാനനായ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം. ആ റബ്ബിന്റെ അനുഗ്രഹം കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൊതുവേ മനുഷ്യനൊരു സ്വഭാവം, നല്ലതിൽ നിന്ന് മനുഷ്യൻ പിറകോട്ടടിക്കുകയാണ്. തെറ്റുകളിലേക്ക് മനുഷ്യൻ വേഗം പോയി ചാടി വീഴുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ. നല്ലത് ചെയ്യാൻ മനുഷ്യന് തോന്നൂല. തെറ്റ് മുന്നിൽ കാണുമ്പോൾ ആ തെറ്റിൽ ഞാൻ ചാടി വീഴാൻ പാടില്ല എന്ന് മനുഷ്യന് ചിന്തിക്കൂല. ഇദാ മസ്സഹു ശർറു ജസൂഅ. ഒരു മനുഷ്യനെ ഒരു അപകടം സ്പർശിച്ചാലോ, ഒരു പ്രയാസമെങ്കാലും മനുഷ്യനെ തൊട്ടാൽ ഈ മനുഷ്യനിങ്ങനെ പ്രയാസം പറഞ്ഞു നടക്കും. പ്രയാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. ആരോടാ പ്രയാസം പറയാ? മനുഷ്യനോട് പ്രയാസം പറഞ്ഞാൽ അതുണ്ടോ തീരെ? ഔലിയാക്കൾ സഹായിക്കും, അമ്പിയാക്കൾ സഹായിക്കും. എന്നാൽ അള്ള കൊടുത്ത സഹായം കൊണ്ടല്ല അവരൊക്കെ സഹായിക്കുക. അള്ള വേണ്ടാന്ന് വെച്ചാൽ ഒരു നബിയിനും സഹായിക്കാൻ കഴിയില്ല, ഒരു വലിയനും സഹായിക്കാൻ കഴിയില്ല, ആർക്കും സഹായിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചില മനുഷ്യന്മാരോട് എങ്ങനെയുണ്ട്, റാഹത്താണോന്ന് ചോദിക്കാൻ പേടിയാണ്. എന്താ കാരണം? ഒക്കെ പ്രയാസത്തിന്റെ ബാണ്ട് എങ്ങനെ കെട്ടി തുറന്നു വെക്കും. സുഖാണോന്ന് ചോദിച്ചതാ. എന്താ സുഖാണോ ചോദിക്കാൻ കാരണം എന്നറിയോ? ആ മനുഷ്യന്റെ നാക്കിലൂടെ ഒരു അൽഹംദുലില്ലാ പോന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ അയാളെ പ്രയാസം മുഴുവനും കേൾക്കാൻ നേരണ്ടായിട്ടൊന്നുമല്ല. ആണോ? നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രയാസം ഫുള്ളായിട്ട് കേൾക്കാൻ നേരണ്ടോ? ഉണ്ടാ മനുഷ്യന്മാരെ, എങ്ങളോടാ ചോദിക്കണേ. ഉണ്ടെന്നാ പറയാ. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാളെ ഞാൻ വെറുതെ വിടൂലട്ടോ, പിടിച്ചു വെക്കും ഞാൻ. സത്യം പറയാം. ഒറ്റൊരുത്തം മിണ്ടുന്നില്ല, കണ്ട പറയാൻ പേടി. അഥവാ ഉണ്ട് എന്ന് പറഞ്ഞാല് നൗഫൽ സഖാഫി മൂപ്പരെ കുറെ പ്രയാസങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാലോ എന്നാ പേടി. ഞാൻ ആരോടും പറയൂല, ഞാൻ അള്ളാഹിനോടേ പറയൂ. എന്നാൽ എന്തിനാണ് പരസ്പരം കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ ഇവിടെ പറയാ? നമസ്കാരം അല്ല, അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുമ്പോ അതാണ് കാണിക്കയാണ്, തഹിയ്യത്താണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും കഴിഞ്ഞ ഉടനെ റാഹത്താണോ ചോദിക്കും.
റാഹത്താണോ ചോദിക്കുന്ന എന്തിനാന്നറിയോ? നിങ്ങളെ മുഴുവൻ പ്രയാസം കേൾക്കാൻ ഇയാൾക്ക് നേരം ഉണ്ടായിട്ട് ചോദിച്ചൊന്നുമല്ല. പിന്നെ നിങ്ങളെ നാക്കിലൂടെ ഒരു അൽഹംദുലില്ലാ പോന്നോട്ടെ എന്ന് കരുതിയിട്ട്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഭയങ്കര സംഗതിയാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വലിയ മഹത്വമുള്ള ദിക്റാണ്. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കണില്ല. അപ്പൊ ആര് എന്ത് പ്രയാസം ചോദിച്ചാലും ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ പെരടാള സത്യത്തിന്റെ പേരെന്താ? പെരളാടം. ഈ നാട്ടിലെ ഉമ്മമാര് സഹോദരിമാര് അവരൊന്നും അത്തരക്കാരല്ലാത്തോടെ ഇപ്പൊ കൂടുതലൊന്നും പറയണില്ല. ചില ഉമ്മമാരുണ്ട്, അല്ലാ ഒരു ചെറിയ മുട്ടുവേദന വന്നാൽ എപ്പോഴും പറയും മുട്ടുവേദനയാണ്, മുട്ടുവേദനയാണ്, മുട്ടുവേദനയാണ്. അല്ല ഉമ്മമാരെ, മനുഷ്യനോട് ഈ മുട്ടുവേദന പറഞ്ഞിട്ട് എന്ത് കാര്യം? ദ്വാർക്കാൻ പറയാം. മുട്ടുവേദന ഉണ്ട് എന്ന് മാറാൻ വേണ്ടി ദ്വാർക്കാൻ പറയാം. അങ്ങനെ മനുഷ്യന്മാരോട് ദ്വാർക്കാൻ പറയണം. എത്ര വലിയ ആള് ചെറിയ ആള് അങ്ങനെ നോട്ടമില്ല. ആരോ ദ്വാക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. ദ്വാർക്കാൻ പറയണം. അല്ലാതെ കേവലം ഈ പ്രയാസം മാത്രം പറയാം. ഊരവേദനയാണ്, തലവേദനയാണ്, ജലദോഷമാണ്. ദുനിയാവുമ്പോ എല്ലാ വേദന ഉണ്ടാവും. ദുനിയാവിൽ ഫുള്ളായിട്ട് സുഖം കിട്ടുമോ? കിട്ടൂല. സുഖം കിട്ടുന്ന ലോകം വേറെയാണ്. ആ ലോകത്തേക്ക് പോകുമ്പോ അവിടെ സുഖം കിട്ടണമെങ്കിൽ ഇവിടെ കുറെ വേദന സഹിക്കണം. വെറുതെ സുഖം കിട്ടൂല ആ സ്വർഗത്തില്. എന്നാൽ മനുഷ്യന്റെ പൊതുവേ സ്വഭാവം, ആ മനുഷ്യന് വല്ല പ്രയാസമുണ്ടായാൽ മനുഷ്യനതിങ്ങനെ എണ്ണിപ്പറയൂ. ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. എന്നാൽ അതേ മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, വഇദാ മസ്സഹുൽ ഖൈറു മനുആ. ആ മനുഷ്യന് ഒരു ഖൈറ് കിട്ടിയാലോ അതിന്റെ പേരിൽ നല്ലത് ചെയ്യാൻ അയാൾക്ക് തോന്നൂല. നേർച്ച ചെയ്യാൻ എപ്പോഴാ തോന്നാ? നേർച്ച ചെയ്യുന്നവരില്ലേ, എപ്പോഴാണ് നേർച്ച ചെയ്യാൻ തോന്നുക? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴല്ലേ നേർച്ച ചെയ്യാൻ തോന്നുക. സംഭാവന കൊടുത്തിട്ട് ദ്വാരിപ്പിക്കാൻ തോന്നുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴാണ്. ഒരു പ്രയാസവുമില്ലാതെയാകുമ്പോ സന്തോഷം മാത്രം ജീവിതത്തിലുള്ള സമയത്ത് സംഭാവന കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുന്നവർ വളരെ കുറവാണല്ലോ. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. ഖൈർ ഒരാൾക്ക് കിട്ടിയാലോ ആ കിട്ടിയതിന്റെ പേരിൽ നല്ലത് ചെയ്യുന്നവർ വളരെ കുറവാണ്. പൊതുവേ മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ ആഖിറത്തേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. നമ്മുടെ തറവാട് അവിടെയാണ്. നമ്മുടെ ഉപ്പാപ്പ ആരാ? നിങ്ങളോട് ഉപ്പാപ്പാനെ കുറിച്ച് ചോദിക്കുമ്പോ ചിലപ്പോൾ ഇവിടെയുള്ള ഉപ്പാപ്പമാരുടെ പേര് നിങ്ങൾ പറയൂ. എന്നാൽ ഏത് ഉപ്പാപ്പയുടെ പേര് പറഞ്ഞാലും ഏറ്റവും തലപ്പത്തുള്ള ഉപ്പാപ്പ ആരാണ്? അബൂനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. നമ്മുടെയൊക്കെ ഉപ്പാപ്പ ആദം നബി അലൈഹിസ്സലാമാണ്. ഓ ഉമ്മമാരെ, നമ്മുടെ ഉമ്മാമ ആരാണ്? ഏറ്റവും തലപ്പത്തുള്ള ഉമ്മാമ ഹവ്വാ ബീവിയാണ്. അവരുടെയൊക്കെ തറവാട് എവിടെയാണ്? സ്വർഗമാണ്. ആ തറവാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകേണ്ടവനാണ്. എന്റെ ഉപ്പാപ്പയുടെ തറവാട്, എന്റെ ഉമ്മാമയുടെ തറവാട് അത് നിങ്ങളുടെ അങ്കടി മുഖറല്ല, നിങ്ങളുടെ കുമ്പളയല്ല, പെർലാടമല്ല, ഖതീബ് നഗറല്ല. നമ്മുടെയൊക്കെ തറവാട് സ്വർഗമാണ്. ആ തറവാട്ടിൽ നിന്ന് വന്നവരാണ് പിതാമഹനായ ആദം നബി അലൈഹിസ്സലാമും ഉമ്മാമയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ. ആ തറവാട്ടിലേക്ക് എത്തിച്ചേരുന്നവൻ ചോദിക്കട്ടെ, ബാപ്പാനോട് പിടങ്ങിയിട്ട് വീട് വിട്ടു വന്നവൻ ആ മകന് തിരിച്ച് ബാപ്പാന്റെ ആ വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? ഇവൻ ഏത് മുഖം വെച്ചിട്ടാണ് ബാപ്പാന്റെ തറവാട് വീട്ടിലേക്ക് പോകുന്നത്? അതിൽ എനിക്കും കൂടി വിഹിതമുണ്ടെന്ന് ചോദിച്ചു പോകാൻ എങ്ങനെയാടാ നിനക്ക് കഴിയുന്നത്? എന്തേ കാരണം? നീ ബാപ്പാനെ നോക്കാത്തവനാണ്,
ബാപ്പ രോഗിയായി കിടന്ന കിടത്തത്തിലുണ്ടായപ്പോ അനുജനാണ് ബാപ്പാനെ നോക്കിയത്. ജ്യേഷ്ഠനായ നീയും നിന്റെ ഭാര്യയും കുട്ടികളെയും ഇറക്കിയിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിച്ചതാണ്. അപ്പോൾ നിന്റെ ബാപ്പ കിടന്ന കിടത്തത്തിലുണ്ടായപ്പോൾ ഒരു തവണ പോലും ബാപ്പാനെ നോക്കാൻ നീ വന്നില്ലല്ലോ. പിന്നീട് എങ്ങനെയാണ് ബാപ്പാന്റെ തറവാട് വീട്ടിലേക്ക് നിനക്ക് കയറി ചെല്ലാൻ കഴിയുക? എന്നാൽ യജമാനനായ റബ്ബ്, ആ റബ്ബ് നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള തറവാട് വീടായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിലോ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ബാപ്പമാരെ? എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ വേണ്ടേ ഉമ്മമാരെ? നമ്മളൊക്കെ കരുതി വെച്ചതുപോലെ സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്നപ്പോഴേക്ക് എന്റെ കൽബിൽ ഒരു ചിന്ത, തിരക്കേടില്ല, ഞാൻ ആൾ വലിയ ഉഷാറാണ്, മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ അതാ എണ്ണി പറയാൻ എന്നെ കൊണ്ട് കഴിയൂ, എനിക്കതിന് യോഗ്യതയുണ്ട്. എന്താണ് യോഗ്യത എന്നറിയോ? യോഗ്യത എന്നും സുബഹി ജമാഅത്തിന് ഞാൻ പള്ളിയിൽ വന്നു നിസ്കരിക്കുന്നു എന്നതാണ്. എന്നാൽ മഹാന്മാരുടെ നിസ്കാരത്തിന്റെ കണക്ക് നോക്കിയാൽ ബാപ്പാ, നമുക്ക് സ്വർഗത്തിന്റെ അടുത്തുപോലും നിൽക്കാൻ കഴിയില്ല കേട്ടോ. ഞാൻ ഇത് വെറുതെയല്ല പറയുന്നത്, മഹാന്മാരുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? അവർ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ എത്രയാണ് അവരുടെ സൽക്കർമ്മങ്ങൾ? ആ സൽക്കർമ്മങ്ങൾക്കൊരു പരിധിയില്ലാതെയായി പോയല്ലോ. അവരുടെയൊക്കെ ഏറ്റവും താല്പര്യമുള്ള വിഷയം എന്താണ്? ചെറുപ്പക്കാരാ, ഇന്ന് എന്റെ താല്പര്യം എന്താണ്? നിങ്ങളെ താല്പര്യം എന്താണ്? കല്യാണ വീട്ടിൽ ഒന്ന് തുള്ളിക്കളിക്കണം, ഒന്ന് ചാടിക്കളിക്കണം, ഹറാമായ പാട്ട് കേൾക്കണം, ഹറാമായ പാട്ട് പാടണം, കയ്യും മുട്ടിയിട്ട്, സുബ്ഹാനല്ലാഹ്, കയ്യും മുട്ടിയിട്ട് പുതിയ ആപ്പിളിനെയും പുതിയ പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ടോ അതിന്റെ വീഡിയോ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ എടുത്തു വെക്കണം. സുബ്ഹാനല്ലാഹ്, ചില ലജ്ജയില്ലാത്തവരുണ്ട്, ചില സ്ത്രീകളുണ്ട്. ഞാൻ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ അനുജത്തിയുടെ കല്യാണം നടന്നാൽ, നിങ്ങളെ വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടന്നാൽ, ആ പുതിയ പെണ്ണിന്റെ തലമറക്കാത്ത ഫോട്ടോ, മുഖം മറക്കാത്ത ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിൽ എടുത്തു വെക്കാമെന്ന് നിനക്കാരാ ഉമ്മ സമ്മതം തന്നത്? നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നിന്റെ സ്റ്റാറ്റസ് കാണുന്നത് സ്ത്രീകൾ മാത്രമല്ല, നിന്റെ മൊബൈൽ നമ്പർ ആരുടെയെല്ലാം അതാ മൊബൈലിൽ സേവ് ആയിട്ടുണ്ടോ, ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അവർക്കെല്ലാം നിന്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് കാണാം. ആ സ്റ്റാറ്റസിൽ നിന്റെ കുടുംബത്തിലോ നിന്റെ വീട്ടിലോ ഉള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ ഫോട്ടോ, തലമറക്കാത്ത ഫോട്ടോ, മുഖം മറക്കാത്ത ഫോട്ടോ, ആ ഫോട്ടോ സ്റ്റാറ്റസിൽ എടുത്തു വെച്ചാൽ മറ്റുള്ള പല അന്യപുരുഷന്മാർക്കും ഈ അന്യപ്പെണ്ണിനെ നീ കാണിച്ചു കൊടുത്തില്ലേ? അതിന്റെ പേരിൽ നീ നരകം സമ്പാദിച്ചില്ലേ? നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തിയില്ലേ? ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. വേറെ ചില ജ്യേഷ്ഠന്മാരുണ്ട്, പെങ്ങന്മാരോട് വലിയ സ്നേഹം. എന്താ സ്നേഹം എന്നറിയോ? എടാ ചെറുപ്പക്കാരാ, നിന്നോട് ഞാൻ പറയാണ്, പെങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ പെങ്ങളെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്ത് നിന്റെ സ്റ്റാറ്റസിൽ എടുത്തു വെച്ചതുകൊണ്ട് പെങ്ങളോട് സ്നേഹം വരൂല. അത് സ്നേഹാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. മറിച്ച് നീ നിന്റെ പെങ്ങൾ മുഖേന നരകം സമ്പാദിക്കുകയാണ്. എന്താ കാരണം? നിന്റെ പെങ്ങളുടെയും അളിയന്റെയും ഫോട്ടോ, പുതിയാപ്പളയുടെ പുതിയ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിൽ വെച്ചു. അപ്പൊ നിന്റെ കൂട്ടുകാർ മൊത്തം കണ്ടടാ നിന്റെ പെങ്ങളെ. നിനക്കറിയില്ലേ നിന്റെ പെങ്ങളെ മറ്റുള്ള കൂട്ടുകാർ കാണാൻ പാടില്ല എന്ന്? പക്ഷെ നീ ആ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിൽ എടുത്ത് വെച്ചു. നോക്കും എന്താണ്? ഓ ഭയങ്കരം. എന്നിട്ട് പുതിയാപ്പളന്റെ കൂടെ പെങ്ങൾ പോവാണ്. പോകുമ്പോ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മിസ് യു.
മിസ് യു. ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇനിയിപ്പോ പുതിയാപ്പളന്റെ വീട്ടിലല്ലേ നീ കഴിയുന്നത്, ഇനി എപ്പോഴെങ്കിലും ഇടക്കിടക്കല്ലേ നീ വന്നു പോവാ. അതാടാ പെങ്ങളോടുള്ള സ്നേഹം. നീ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, കുറെ വാത് കേട്ടിട്ടൊന്നും ഇല്ല, ഒരു കാര്യമില്ല. കുറെ വാത് സംഘടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. കുറെ വാത് പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര കാലമായി ഞങ്ങൾ ഇത് വാത് പറയാൻ തുടങ്ങിയിട്ട്. വേറെ ചില ആളുകളുണ്ട്, ഹദ്ദാദിന് ലാപ്ടോപ്പിന്റെ മുന്നിലിരിക്കും, മൊബൈലിന്റെ മുന്നിലിരിക്കും. മഗ്രിബ് കഴിഞ്ഞാൽ ഹദ്ദാദ് ടിവിയിൽ ഇങ്ങനെ നടക്കും, സിക്ർ നടക്കും, സലാത്ത് നടക്കും. ആ മജ്ലിസ് ഈ മജ്ലിസുകൾക്ക് കുറവൊന്നുമില്ല. എന്നാലോ ഈ മജ്ലിസ് കാണുന്ന ഉമ്മയോ, സർവ്വ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഒറ്റ മജ്ലിസിനോട് വിരോധം ഉണ്ടായിട്ട് പറയൊന്നുമല്ല. പക്ഷെ മജ്ലിസ് കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തഖ്വ വേണ്ടേ ഉമ്മമാരെ? ഹറാമിൽ നിന്ന് മാറി നിൽക്കണ്ടേ? അസുഖം മാറിയാൽ മാത്രം മതിയോ? കടം വീടിയാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ രോഗം മാറിയാൽ മാത്രം മതിയോ? ഭർത്താവിന്റെ കച്ചവടം, ആ കച്ചവടം ഉണ്ടായാൽ മാത്രം മതിയോ? മകൻക്ക് ജോലി ഉണ്ടായാൽ മാത്രം മതിയോ? മകൾക്ക് പുതിയാപ്പിള കിട്ടിയാൽ മാത്രം മതിയോ? എന്റെ ആഖിറം സമ്പാദിക്കണ്ടേ? അതിനല്ലേ ഏറ്റവും പ്രധാനമായും ഹദ്ദാദ്, അതിനല്ലേ ഏറ്റവും പ്രധാനമായി ദിക്ർ, അതിനല്ലേ ഏറ്റവും പ്രധാനമായി ദുആ മജ്ലിസ്. അല്ലാതെ ദുനിയാവ് സമ്പാദിക്കാൻ മാത്രമാണോ? എന്നാലോ ഹദ്ദാദ് കാണുന്നവർ അതിനുണ്ട്. പിന്നെ ഇപ്പുറത്ത് സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, കുറെ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റും. ഇപ്പുറത്ത് നോക്കുമ്പോ ഓൺലൈൻ മജ്ലിസിന്റെ ക്ലിപ്പാണ്, അപ്പുറത്ത് നോക്കുമ്പോ നൗഫൽ സഖാഫിന്റെ വേദാണ്, ഇപ്പുറത്ത് നോക്കുമ്പോ ഈ ഇവരെ കുറിച്ച് ഞാൻ പറയട്ടോ, ഇവർക്ക് നല്ലവരാണ്. സ്വന്തം പെങ്ങളെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റേറ്റസിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? ഇവർക്ക് പെങ്ങളോട് ഭയങ്കര സ്നേഹം. അതല്ലടാ സ്നേഹം, തെറ്റുപറ്റിപ്പോയി നിനക്ക്. അതേ സമയത്ത് സ്നേഹമുണ്ട്. ഏതാ സ്നേഹം എന്നറിയോ? നിന്റെ പെങ്ങൾ കല്യാണം കഴിഞ്ഞുപോയി, അളിയൻ നേരത്തെ ഗൾഫിലായിരുന്നു. അന്ന് എല്ലാരും അളിയനെ കാണാൻ വരും. കാരണം അളിയന്റെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഉള്ളവനെ രാജാവാണ്. പാവപ്പെട്ടവനൊരു നിലയും വിലയും ഇല്ലാതെയായി പോയി. അപ്പോ അന്ന് അളിയൻ പെങ്ങളെ ഭർത്താവ്, ആ അളിയന്റെ കയ്യിൽ നല്ല പൈസ ഉള്ളത് കൊണ്ട് ആ അളിയനെ കാണാൻ ഇടക്കിടക്ക് പെങ്ങളെ കാണാൻ ഇവൻ വരും. എന്താ കാരണം? പോയാൽ അളിയൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്ക് ഇവൻ എന്തെങ്കിലും സ്പ്രേ കിട്ടും, അത്തർ കിട്ടും, സോപ്പ് കിട്ടും, വേറെ പലതും കിട്ടും. അങ്ങനെ പോയതാണ്. അതേ സമയത്ത് ഇപ്പൊ നോക്കുമ്പോ ആ പെങ്ങളുടെ ഭർത്താവായ ആ അളിയൻ അതാ രോഗിയായി കിടന്ന കിടത്തത്തിലാണ് കേട്ടോ. ഇപ്പോൾ അളിയനെ കാണാൻ പോകുന്നത് പോകട്ടെ, ആ അളിയന്റെ ഭാര്യ നിന്റെ സ്വന്തം പെങ്ങളല്ലേ? ചോദിക്കട്ടെ ആങ്ങളമാരെ, സഹോദരന്മാരെ, ഇപ്പോൾ നിന്റെ അളിയൻ രോഗിയായി കിടന്ന കിടത്തത്തിലായപ്പോൾ നിന്റെ പെങ്ങളെ കാണാൻ പോകാൻ നിനക്ക് നേരമില്ലാതെയായി പോയി അല്ലേ? ഈ അടുത്ത് ഒരു സഹോദരി എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, അവർക്ക് താമസിക്കാനുള്ള ഒരു വീടില്ല. ഭർത്താവ് രോഗിയാണ്. ആ രോഗിയായ ഭർത്താവ്, ആ ഭർത്താവ് വലിയ പ്രയാസത്തിലാണ്. ഉസ്താദേ, എന്നെ ഒരു പെങ്ങളെ പോലെ കരുതി ഞാൻ ഉസ്താദിന്റെ വാദൊന്നും കേൾക്കും. പെങ്ങളെ പോലെ കരുതി എനിക്ക് എന്തെങ്കിലും ഒരു റൂമുള്ള വീടാണെങ്കിലും മരണം വരെ ഞാൻ എന്റെ ഭർത്താവിനെ നോക്കും. ഞാൻ എന്റെ മക്കളെ പോറ്റി വളർത്തും. ഒന്ന് സൗകര്യം ചെയ്ത് തരാൻ പറ്റുമോ? ഞാൻ ഒരിക്കലും ഉസ്താദിനെ മറക്കൂല. ഞാനിങ്ങനെ ആലോചിച്ചു പോയി ഇതിപ്പോ ആരോടാ പറയാ റബ്ബേ? ഞാൻ എങ്ങനെയാണ് ഒരാൾക്കൊരു വീടുണ്ടാക്കി കൊടുക്കുക? ഞാൻ വലിയ മുതലാളിയൊന്നും അല്ലല്ലോ, ഞാൻ വലിയ പണക്കാരനൊന്നും അല്ലല്ലോ, ഞാൻ കച്ചവടക്കാരനല്ല, ഞാൻ ജോലി ചെയ്യുന്നവനല്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അല്ല മൊയ്ലാരെ നിങ്ങൾ വാത് പറയാറില്ലേ? വാത് ജോലിയല്ലേ? വാത് ജോലിയല്ല. വാത് പണമുണ്ടാക്കാനുള്ള ഫീൽഡല്ല, വാത് ഖിദ്മത്താണ് കേട്ടോ. വാത് പറഞ്ഞു നൗഫൽ സഖാഫി തിരികെ പോകുമ്പോ നിങ്ങൾ എന്റെ കീശയിലേക്ക് കവർ തന്നില്ല എന്നതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ശകാരിക്കാൻ പറ്റൂല, ചോദ്യം ചെയ്യാൻ പറ്റൂല.
എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പാടില്ല എന്ന് മസാല പറഞ്ഞു എന്നല്ല. അതേ സമയത്ത് ഞാൻ എന്റെ ആഖിറം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് വാള് പറയുന്നവനാണോ? എനിക്ക് സംഘാടകർ കീശയിൽ ഇട്ടു തരുന്ന കവറിന്റെ വലിപ്പം നോക്കിയിട്ട് അടുത്ത വർഷത്തേക്ക് ഡേറ്റ് കൊടുക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കാൻ എനിക്ക് അവകാശമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ കുടുംബം താമസിക്കുന്നവിടെ എന്റെ ഒരു പരിചയക്കാരനുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുടുംബമുണ്ട്. ആ സഹോദരിയുടെ സങ്കടം കേട്ടപ്പോ എനിക്ക് വല്ലാതെ വേദനിച്ചു പോയി. അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു വീടിന്റെ സൗകര്യമുണ്ടെങ്കിൽ ഒന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്യുമോ? അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഒരു കുടുംബത്തിന്റെ വീടുണ്ട്, പക്ഷെ അവരിവിടെ താമസിക്കൂല, അവർ പുറത്താണ്. അപ്പോ ഇൻഷാ അല്ലാഹ് അവരോട് സംസാരിച്ച് ആ വീട്ടിൽ താമസിക്കാൻ വാടക കൊടുക്കണ്ട, ചാവി അവരെ കയ്യിൽ കൊടുക്കുന്നു, അവരതിൽ താമസിച്ചോട്ടെ. ഇന്നലെ മഞ്ചേശ്വരത്തേക്ക് ഞാൻ വാതിന് പോകുമ്പോ അയാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ആ കുടുംബം സമ്മതിച്ചു, ആ വീടിന്റെ ചാവി ഞാൻ ആ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു, അവർ സുഖമായി ഇപ്പോൾ വാടക കൊടുക്കാതെ വീട്ടിൽ താമസിക്കുന്നു. റബ്ബേ, അതാരുടെ വീടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെയുള്ള ഒരാളോട് സങ്കടം പറഞ്ഞപ്പോഴേക്ക് നല്ല മനസ്സുള്ളവർ അവരാ കുടുംബത്തിന് താമസിക്കാനുള്ള വീടിന്റെ സൗകര്യം ചെയ്തു കൊടുത്തു. നീ അവർക്ക് സ്വർഗത്തിലെ ഭവനം നൽകണം റഹ്മാനേ. അതേ സമയത്ത് ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ. പെങ്ങളെ ഭർത്താവ് കിടന്ന കിടത്തത്തിലായപ്പോ ഞാനതാ പെങ്ങളെ ഓർക്കുന്നില്ല. നേരത്തെ പെങ്ങളെ അരികിലേക്ക് പലതവണ പോയതാണ്. എന്തേ കാരണം? പെങ്ങളെ ഭർത്താവ് അപ്പ ഗൾഫിലായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ പെങ്ങളെ ഭർത്താവ് രോഗിയായി കിടത്തത്തിലാണ്. പെങ്ങളെ അരികിൽ പോയാൽ ഒന്നും കിട്ടൂല എന്ന് ഉറപ്പാണ്. അതിന്റെ പേരിൽ പോകൂല. അങ്ങനെ ആകരുത്. അതേ സമയത്ത് നീ ജോലി ചെയ്ത് നിനക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നൊരു ചെറിയ ശതമാനം, പാവം ഒരു പെങ്ങളുണ്ട്, അളിയന് വലിയ പണിയൊന്നുമില്ല, അളിയൻ വലിയ രോഗമുള്ള ആളാണ്, വലിയ പ്രയാസമുള്ള ജോലിയൊന്നും മൂപ്പർക്ക് ചെയ്യാൻ പറ്റൂല, എന്നാൽ മാസത്തിൽ പോയി ഒരു 2000 രൂപ പെങ്ങളെ കയ്യിൽ എല്ലാ മാസവും ശമ്പളം കിട്ടിയ ഉടനെ പെങ്ങളെ കയ്യിൽ കൊടുത്തു വന്നാൽ അതാടാ ചെറുപ്പക്കാരാ പെങ്ങളോടുള്ള സ്നേഹം. അല്ലാതെ കല്യാണം കഴിഞ്ഞ ഉടനെ പുതിയ പെണ്ണിന്റെ ഫോട്ടോ എടുത്ത് ഇവന്റെ സ്വന്തം അനുജത്തിയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ എടുത്തു വെച്ചു, എന്നിട്ട് മിസ് യു കരയുന്ന സിംബളൊക്കെ ഇട്ടിട്ട് നിന്നെ ഓർമ്മ വരികയാണ്. അത് സ്നേഹമല്ല, അത് കാപട്യമാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും സാധുക്കളെ ചെറുതായി കാണാൻ പാടില്ല. നമ്മുടെ കയ്യിൽ ഒരൽപ്പം നിഅമത്ത് കിട്ടിയാൽ പിന്നെ പണക്കാരെ കണ്ടുകൂടാ, അതാ പാവങ്ങളെ കണ്ടുകൂടാ. അങ്ങനെ ആകാൻ പാടില്ല. ഇവിടെ അത്തരക്കാരുള്ളത് കൊണ്ട് പറഞ്ഞതല്ല. എന്നാൽ നിങ്ങൾക്കറിയുമോ, വലിയ ഒരു മഹാനുണ്ടായിരുന്നു. ആ മഹാനിന്റെ പേരെന്താണ്? ഖൈസമത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഖൈസമത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ആരാണ്? മഹാനവരുകളോ രോഗിയായി കിടക്കുകയാണ്. രോഗം വല്ലാതെ കൂടിപ്പോയി, മരിക്കാൻ കിടക്കുകയാണ്. അപ്പോഴാണ് ഭാര്യ മഹാനവരുകളുടെ അരികിൽ വന്നു. ഭാര്യ മഹാനവരുകളുടെ ചാരത്തിരുന്നു. മഹാനവരുകൾ ലോകത്തോട് വിട പറയുന്ന രംഗം കണ്ടപ്പോൾ ഭാര്യ അതാ കരയാൻ തുടങ്ങി. അപ്പൊ ഖൈസമത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, അല്ല പെണ്ണേ, എന്തിനാണ് നീ കരയുന്നത്? മരണം എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ നീ മരിക്കേണ്ടി വരും. മരണം എല്ലാവർക്കും ഉള്ളതാണ്. അതിന്റെ പേരിൽ ഞാൻ മരിക്കാൻ പോകുന്നു, ഭർത്താവായ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് കരുതിയിട്ട് നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ ഭാര്യ പറഞ്ഞു, ശരിയാണ്, പക്ഷേ നിങ്ങൾ മരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ശേഷം വേറെ ഒരു കല്യാണം കഴിക്കൂല.
ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവ് മരിച്ചതിന്റെ തുടർന്ന് ഭാര്യ ഇദ്ദ ഇരുന്നാൽ ആ ഇദ്ദ തീർന്നാൽ ആ ഭാര്യക്ക് രണ്ടാമത്തെ ഒരു വിവാഹം അത് ഹലാലാണ്. എന്നാൽ ഖൈസമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയാണ്, അല്ലയോ ഭർത്താവേ, നിങ്ങൾ മരിച്ചാൽ ഞാൻ പിന്നെ രണ്ടാമതായി ഒന്ന് കല്യാണം കഴിക്കൂല. അപ്പോഴാണ് ഭാര്യയോട് മഹാനവരുകൾ പറയാണ്, പെണ്ണെ, ഇതൊന്നും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്നോടുള്ള സ്നേഹമുണ്ടാകുന്നതിന് എതിരല്ല. ഞാൻ മരിച്ചാൽ രണ്ടാമതായ ഒരു കല്യാണം നീ കഴിക്കുന്നതിന് ഞാൻ എതിരല്ല. ചെറിയ പ്രായമുള്ള ചില പെൺകുട്ടികൾ ഉണ്ടാകും, ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഉടനെ അപകടത്തിൽ മരിക്കും. അല്ലെങ്കിലും അല്ലാഹു തആല എല്ലാവിധ മരണങ്ങളിൽ നിന്നാണ് കാത്തുരക്ഷിക്കട്ടെ, ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. എന്നിട്ടോ ഈ പെൺകുട്ടിയുടെ ഹിദ്ദ കഴിഞ്ഞാൽ ബാപ്പ വന്നിട്ട് മോളോട് പറയും, മോളെ, നിനക്ക് സമ്മതമാണെങ്കിൽ നല്ല ഒരു ആലോചന ഞാൻ കൊണ്ടുവരുന്നു മോളെ. അപ്പൊ ഇവൾ സമ്മതിക്കണില്ല. ഞാൻ എൻ്റെ പെങ്ങളോട് പറയട്ടെ, നീ അല്ലാഹുവിൻ്റെ വിധിയോടാണ് കളിക്കുന്നത്, കളിക്കാൻ പാടില്ല. നിനക്കൊരു ജീവിതം വേണം. ദുനിയാവിൽ എത്ര കാലം ജീവിക്കാനുണ്ടോ, അല്ലാഹു എത്രയാണ് നിനക്ക് ആയുസ് തന്നതെന്ന് അറിയില്ല. അത്ര കാലം നിനക്കിവിടെ ജീവിതം വേണം. ആ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും നീ നിന്റെ ബാപ്പക്ക് തലവേദനയാകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ബാപ്പക്ക് സ്വന്തം പെൺകുട്ടികൾ തലവേദനയാകൂല എന്ന് ഉറപ്പാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ ബാപ്പക്ക് ചിലപ്പോൾ തലവേദനയായി മാറും. ഏത് തലവേദന? നിനക്ക് 3 നേരം ഭക്ഷണം തരുന്നതിന് ബാപ്പക്ക് കഴിയാഞ്ഞിട്ടല്ല, അത് സാധിക്കും. കല്യാണം കഴിക്കുന്നത് വരെ നിനക്ക് 3 നേരം ഭക്ഷണം തന്നവനല്ലേ നിന്റെ ബാപ്പ. അതേ സമയത്ത് ഇപ്പൊ നിന്റെ ഭർത്താവ് മരിച്ചപ്പോ നിന്നെ ആ ബാപ്പാന്റെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് നിനക്ക് എത്ര നേരം വേണമെങ്കിലും ഭക്ഷണം തരാൻ നിന്റെ ബാപ്പക്ക് കഴിവുണ്ട്. നിനക്ക് കുപ്പായം വാങ്ങി തരാൻ ബാപ്പക്ക് കഴിവുണ്ട്. അത് ബാപ്പ എത്ര പ്രയാസപ്പെട്ടിട്ടെങ്കിലും ബാപ്പ അത് ചെയ്യും. ഇന്ന് വരെ ഒരു മക്കളെയും ബാപ്പ പട്ടിണി കിടത്തിയിട്ടില്ല. ചെറുപ്പക്കാരെ, പ്രായമുള്ള ബാപ്പനെ കാണുമ്പോൾ ഇന്ന് ചിലപ്പോ നിനക്ക് മറ്റുള്ളവരോട് ഇത് എന്റെ ബാപ്പ എന്ന് പറയാൻ ഒരു മടി ഉണ്ടാവും. എന്താ കാരണം? നീ കാലിൽ നല്ല സ്കെച്ചസ് ഷൂവും നല്ല ബ്രാൻഡഡ് കുപ്പായവും ഒക്കെ ഇട്ടിട്ട് കല്യാണ വീട്ടിൽ പോകുമ്പോ ബാപ്പ വന്നില്ലെന്ന് ചോദിക്കുമ്പോ വേറെ തൊട്ടടുത്തുള്ള ബാപ്പാനെ കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ ചിലപ്പോ നിനക്ക് ഒരു പഴഞ്ചൊല്ല് ബാപ്പാനെ കാണിച്ചിട്ട് ഇതാണ് എന്റെ ബാപ്പ എന്ന് കോടീശ്വരനായ നിന്റെ കൂട്ടുകാരനോട് പറയാൻ ചിലപ്പോ നിനക്കൊരു മടിയുണ്ടാവും. പക്ഷേ നീ നിന്റെ ഇന്നത്തെ കുറിച്ചല്ലടാ നീ ചിന്തിക്കേണ്ടത്, നിന്റെ പഴയതിനെ കുറിച്ച് നീ ആലോചിക്കണം. നിന്റെ CD ഒന്ന് പിറകോട്ടെത്തിക്കണം. പഴയതിനെ കുറിച്ച് ആലോചിക്കണം. അന്ന് നിന്റെ ബാപ്പ നിന്റെ രാജാവാണ്, നീ രാജകുമാരനാണ്, നിന്റെ ബാപ്പ രാജാവാണ്. അന്ന് ബാപ്പ എത്ര പ്രയാസപ്പെട്ടിട്ടാ നിന്നെ പോറ്റി വളർത്തിയതെന്നറിയോ? ചിലപ്പോൾ ഇന്ന് കാണുന്നത് പോലെയല്ല പഴയ കാലത്തുണ്ടായിരുന്ന പ്രയാസം. അന്ന് കുട്ടികൾ ഭക്ഷണം കഴിച്ചാൽ ഉപ്പാക്കും ഉമ്മാക്കും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവൂല. അന്ന് സ്വന്തം കുട്ടികൾ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഉമ്മയും ബാപ്പയും പട്ടിണി കിടന്ന എത്ര ദിവസങ്ങളാണുണ്ടായത്, എത്ര രാത്രികളാണുണ്ടായത്. പക്ഷെ ഇന്ന് ബാപ്പ ആ പഴയ തലയെകെട്ട് കെട്ടിയിട്ട്, അങ്ങനെ ഉണ്ടല്ലോ, പഴയ തലയെകെട്ടും കെട്ടിയിട്ട് ബാപ്പ ഇങ്ങനെ വരുന്നത് കാണുമ്പോ മകന് കോടീശ്വരനായ വേറൊരു ചങ്ങാതിയോട് ഇതെന്റെ ബാപ്പ എന്ന് പറയാൻ മനസ്സ് വരണില്ല. എന്താ കാരണം? ബാപ്പ ഒരു പഴഞ്ചൊല്ലക്കാരനായി പോയി. പാടില്ല. ബാപ്പ എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും സ്വന്തം മക്കളെ പട്ടിണിയിലാക്കാൻ ബാപ്പക്ക് മനസ്സ് വന്നില്ല. ആ ബാപ്പാന്റെ താടി രോമങ്ങൾ നരച്ചില്ലേ മക്കളെ? ബാപ്പാന്റെ തലമുടി നരച്ചില്ലേ? ആ നരകൾക്ക് ചരിത്രം പറയാനുണ്ട്. അത് മക്കളായ നിങ്ങളെ പോറ്റി വളർത്തിയ ചരിത്രമാണ്. ഇന്ന് നീ വലുതായപ്പോൾ മറക്കപ്പുറത്തിരുന്ന് എന്റെ വാല കേൾക്കുന്ന യുവതികളോട് പറയട്ടെ, ഇന്ന് നീ വലുതായപ്പോൾ
നിന്റെ ഡിഗ്രിയുടെ പഠനം കഴിയുമ്പോഴേക്ക് നിന്റെ ബാപ്പ നിനക്ക് നല്ല ഒരു ആലോചന കൊണ്ടുവന്ന് ഒരു നല്ല പുതിയാപ്പിളനെ കൊണ്ട് നിനക്ക് അതാ നിന്നെ കെട്ടിച്ചയക്കണമെന്ന് ചിന്തിക്കുമ്പോ നീ നിന്റെ ബാപ്പാനോട് ഉളുപ്പില്ലാതെ പറഞ്ഞു പോയി അല്ലേ, ബാപ്പാ നിങ്ങൾ എനിക്ക് പുതിയാപ്പിളനെ നോക്കണ്ട, ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്നെ പോലെ തരം താഴ്ന്ന മോള് വേറെയുണ്ടോ? ചോദിക്കട്ടെ എന്റെ പെങ്ങളോട്, ഇതുവരെ നിന്റെ കാര്യം തീരുമാനിക്കാൻ നിനക്ക് ബാപ്പ വേണ്ടി വന്നുവല്ലേ? നിന്നെ പോറ്റി വളർത്താൻ നിനക്ക് ബാപ്പ വേണ്ടി വന്നുവല്ലേ? നിനക്ക് ഡിഗ്രി പഠിപ്പിക്കാൻ ബാപ്പ വേണ്ടി വന്നുവല്ലേ? നിന്റെ പഠനത്തിന് ഫീസ് കെട്ടാൻ ബാപ്പ വേണ്ടി വന്നുവല്ലേ? നിനക്ക് സുഖമില്ലാതെയായപ്പോ, അസുഖം ബാധിച്ചപ്പോ ഡോക്ടറിന്റെ അരികിൽ കൊണ്ടുപോയി പൈസ കൊടുത്ത് ചികിത്സിപ്പിച്ച് മരുന്ന് വാങ്ങിത്തരാൻ ബാപ്പ വേണ്ടി വന്നുവല്ലേ? ആ ബാപ്പാന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷവേളയാണ് മരിക്കുന്നതിന് മുമ്പ് ബാപ്പാന്റെ കണ്ണുകൊണ്ട് കാണണമെന്ന് ബാപ്പ ആഗ്രഹിക്കുന്ന ഒരേ ഒരു രംഗം. ഓ പെങ്ങളെ, നീ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ബാപ്പാന്റെ കണ്ണുകൊണ്ട് ബാപ്പക്ക് കാണാൻ ബാപ്പ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാഴ്ച ഏതാണെന്നറിയുമോ? മകളായ നിന്റെ കല്യാണമാണ് കേട്ടോ. അത് ബാപ്പ ഉദ്ദേശിച്ചതുപോലെ നടക്കണമെന്ന് ബാപ്പക്കൊരാഗ്രഹമുണ്ട്. ബാപ്പ ഖൈറായ നിലക്ക് ചിന്തിക്കുന്ന ഒരു പുതിയാപ്പിളയാകണമെന്ന് ബാപ്പക്കൊരാഗ്രഹമുണ്ട്. എന്തേ കാരണം? നിന്നെ കല്യാണം കഴിക്കുന്ന നിന്റെ പുതിയാപ്പിള അത് ചിലപ്പോൾ നിനക്ക് ഹസ്ബൻഡ് ആയിരിക്കും, നിനക്ക് ഭർത്താവായിരിക്കും. പക്ഷേ നിന്റെ ബാപ്പക്ക് മരുമകനാണ് കേട്ടോ. നിന്റെ മാപ്പിളനെ കാണിച്ചിട്ട്, എന്റെ പെങ്ങന്മാരോട് ഞാൻ പറയാണ്, നിന്റെ മാപ്പിളനെ കാണിച്ചിട്ട്, ഭർത്താവിനെ കാണിച്ചിട്ട് നിന്റെ ബാപ്പക്ക് പറയാൻ തോന്നണം, ഇതെന്റെ ആയിഷന്റെ മാപ്പിള എന്ന് പറയാൻ തോന്നണം, ഇതെന്റെ ഫാത്തിമന്റെ ഭർത്താവ് എന്ന് പറയാൻ തോന്നണം. എന്ന് പറഞ്ഞാൽ എന്റെ മരുമകനാണ് എന്ന് പറയാൻ തോന്നണം. അതേ സമയത്ത് ഇവളിപ്പോ പ്രണയത്തില. ആരെയാ പ്രണയിക്കണമെന്ന് അറിയോ? ഒരു നേരം പോലും പള്ളി നിസ്കരിക്കാൻ വരാത്ത കാട്ടുകള്ളനെ പ്രണയിക്കുകയാണ്. എവിടുന്നാ പ്രണയം വന്നേ? പ്രണയം വന്ന ബാപ്പ നീ എന്നെ കാരണം, നിങ്ങളെ മകൾ പ്രണയിക്കാൻ കാരണം നീ തന്നെയാണ്. എന്താ കാരണം എന്നറിയോ? മോളെ കയ്യിൽ മൊബൈൽ കൊടുത്തു, ഇൻസ്റ്റാഗ്രാം ഉണ്ട് മോളെ പേരിൽ, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പ്രണയം. ഓ അങ്ങനെ. പഴയ കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രണയം, കോളേജിൽ പഠിക്കുന്ന പ്രണയം. ഇന്ന് ആ വാള് പറഞ്ഞാലോ അത് പഴഞ്ചൊല്ല് വാളാണ്. അത് ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ആളുകൾക്കൊന്നും അത് ദഹിക്കൂല. എത്തപ്പായി സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരനെ പറയണേ, ഇന്ന് അതിലൊന്നുമല്ല. സ്വന്തം വീട്ടിലിരുന്നിട്ട് പെർലാടം എന്ന നാട്ടിൽ, ഉദാഹരണം പറയാണ്, ഇവിടെ അത്രക്കാരുള്ളത് കൊണ്ട് പറയല്ല, ഇവിടെ വേളായതുകൊണ്ട് ഉദാഹരണം പറയാണ്. ഇപ്പൊ നാളെ കോഴിക്കോട് ബാലുശ്ശേരിയിലാ വേള്, അപ്പൊ നാളെ വേള അവിടെ പറയും. മറ്റന്നാൾ മലപ്പുറം ജില്ലയിൽ വൈലത്തൂരിലാണ് വേള്, അപ്പൊ അവിടെ പറയും. അതിന്റെ നേരെ പിറ്റേ ദിവസം കർണാടകയിലാണ്, 2 സ്ഥലത്ത് മഗ്‌രിബിനും ഇശാഇനും വേള്, അതവിടെ പറയും. ഇവിടെ പറയേണ്ടത് ഇവിടെ പറയും. അപ്പൊ പെർലാടത്തുള്ള ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അവള് എന്താവാണ്, പിന്നെ ആലോചന ഉറപ്പിക്കുകയാണ്. ആരെ ആലോചന ഉറപ്പിക്ക? ഏതോ ഒരു നാട്ടിലിരിക്കുന്ന ഒരുത്തനോട്. എങ്ങനെ ഉറപ്പിച്ചു? ഇൻസ്റ്റാഗ്രാമിൽ. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ പെങ്ങളോട് പറയട്ടെ, എടി നിന്റെ ഭർത്താവ് എന്നത് മാത്രമല്ല നീ ചിന്തിക്കണം. നിന്റെ ഭർത്താവ് എന്നത് മാത്രമല്ല നീ ചിന്തിക്കണം. നിന്റെ ഭർത്താവായി വരുന്ന ഓന്, അവന് നിന്റെ ബാപ്പാന്റെ മരുമകനാ. അതുകൊണ്ട് നിന്റെ ബാപ്പ എന്ന് പറഞ്ഞാല് നിസ്കാര തയമ്പുള്ള ആളാ. മൂപ്പര് പള്ളിയിൽ വന്നാല് 1ാം സഫിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാ. നിന്റെ ബാപ്പ എന്ന് പറഞ്ഞ നാട്ടില് 4 ആള് നല്ല കാര്യം നടക്കുമ്പോൾ അവർ വന്നിട്ട് അഭിപ്രായം ചോദിക്കുന്നത് നിന്റെ ബാപ്പാനോടാടി മോളെ. അതുകൊണ്ട് തന്നെ നിന്റെ ബാപ്പാന്റെ കൽബിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, എന്റെ മകൾ ആയിഷക്ക് കിട്ടുന്ന പുതിയാപ്പിള 4 ആളെ മുന്നിൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയണം എന്റെ മരുമകന്. അതേ സമയത്ത് കൊണ്ടുവന്നു, ഓള് പ്രണയിച്ചിട്ട് ഒരു പുതിയാപ്പിളനെ കൊണ്ടുവന്നു. ബാപ്പക്ക് വേറെ വഴിയില്ല. ബാപ്പാനോട് ബാപ്പ പറയുന്നു, മോളെ വേണ്ടാന്ന് പറയുമ്പോ ബാപ്പ എനിക്ക് നിങ്ങൾ ആരും വേണ്ട, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവനെ തന്നെ. വാശി പിടിച്ചു. വാശി പിടിച്ചാൽ ബാപ്പ എന്ത് ചെയ്യും?
ബാപ്പ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് ബാപ്പന്റെ മോളല്ലാതിരിക്കോ? ചില വല്ല ബുദ്ധിയുള്ള ഉപ്പമാരുണ്ട്, വീട്ടിൽ നിന്ന് പുറത്താക്കി, ഓളെന്റെ മോളെന്നെ അല്ല, മോളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോളല്ലാതിരിക്കുക, മകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മകളല്ലാതിരിക്കുവോ? ആവൂല. പിന്നെ ബാപ്പ എന്താക്കും? ബാപ്പ കൊണ്ടു നടക്കും. ആയിക്കോട്ടെ, മകൾ പറഞ്ഞ പോലെ അനുസരിക്കാം. എന്നിട്ട് ഒന്നിച്ച് കല്യാണത്തിന് പോവാണ്, വേറൊരു കല്യാണത്തിന് പോവാണ്. മോളെയും മരുമകനൊക്കെ കൂട്ടിയിട്ട് അവിടെ എല്ലാ ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ ഉള്ളതാ. അവരോടൊക്കെ വലിയ ബന്ധമുള്ള ആളായി പെണ്ണിന്റെ ഉപ്പ. നോക്കുമ്പോ കൂടെ ഒരുത്തനുണ്ട്. ഓനെ കാണുമ്പോഴാ സുബ്ഹാന ജല്ല ജലാലുഹു, തലയിലൊരു റിബൺ, എന്നിട്ട് മുന്നില് കുറെ മുടി, ബേക്കില് കുറെ മുടി. ഓന്റെ കുപ്പായുണ്ട്, മുട്ടൻകാലിന്റെ അടുത്ത് ജീൻസ് പാന്റ് ഇട്ടിരിക്കുകയാണ്. മുട്ടൻകാലിന്റെ 2 സ്ഥലത്ത് ഇങ്ങനെ ഓട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഓന്റെ മുട്ടൻകാൽ ഇങ്ങനെ കാണുക. അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ ഉപ്പ അമ്മോശന്, ഞാനിത് സത്യം പറയാണ്, ഈ പെങ്ങന്മാരോട് പറയാണ്, അവരാണ് വേദ കേൾക്കേണ്ടത്. ആണുങ്ങൾ എപ്പോഴും വേദ കേൾക്കും. വെള്ളിയാഴ്ച ബന്നാറയും സക്കാബിസ്ത നല്ല വേദ അറിയും. സ്ത്രീകളാണ് വേദ കേൾക്കേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ പെൺകുട്ടികള്. എന്നിട്ട് സുബ്ഹാന ജല്ല ജലാലു ഇയാളും എല്ലാം ഓടാണ്, അപ്പുറപ്പുറം ഓടാണ്. മരുമകന്റെ കൂടെ നിൽക്കണില്ല. എന്താ കാരണം? മരുമകന്റെ കൂടെ നിൽക്കാൻ ഇയാൾക്ക് AC ആവുകയാണ്. ആരെ കൂടെ നിൽക്കാൻ? സ്വന്തം മകളെ ഭർത്താവിന്റെ കൂടെ. കാരണം ഇയാളുടെ മരുമകനാകാനുള്ള അർഹത അവനില്ല. അവസാനം ഒരാൾ വിളിച്ചു വെച്ച്, അതാരാ കൂടെ ഉള്ള ഒരാൾ? ആരാ ചോദിച്ചു? അമ്മോശനോട് ചോദിക്കാം, മരുമകനെ കുറിച്ച് ഉപ്പാനോട് ചോദിക്കുക, അതാരാ കൂടെ ഉള്ളത്? എന്ത് പറയാനാ? അവസാനം ഇയാൾ പറഞ്ഞു പോയി, അത് പിന്നെ മരുമകനാണ്. ആണേ, മരുമകൻ. ആരാ സ്വന്തം അങ്ങനെ ആയത്? ഉപ്പാന്റെ അല്ല. ഇങ്ങനെ ചോദിച്ച ആളത്. ഇയാൾക്ക് തന്നെ ഒന്ന് കാർക്കിച്ചു തുപ്പാൻ തോന്നി മരുമകനെ കണ്ടപ്പോ. ഓരോ കുടുംബത്തിനും ഓരോ പവിത്രതയുണ്ട്, ഓരോ തറവാടിനും ഓരോ പേരുണ്ട്. ആ തറവാടിന്റെ പേര് ചീത്തയാക്കാൻ ചില പെൺകുട്ടികൾ മതിയാകും കേട്ടോ, ചില ആൺകുട്ടികൾ മതിയാകും കേട്ടോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ വാദ കേൾക്കുന്ന പെങ്ങന്മാരോട്, ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ളവരാകാൻ പാടില്ല. നിങ്ങളെ ബാപ്പ ആലോചിച്ച് ഉറപ്പിച്ച ആ നല്ല ആലോചന നിങ്ങൾക്കത് ഖൈറായി വരും. വേണമെങ്കിൽ നിങ്ങളെ ബാപ്പാനോട് നിങ്ങൾക്ക് പറയാം, ബാപ്പാ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഭർത്താവിനെയാണ് വേണ്ടത് എന്ന ചില നിബന്ധനകൾ നിങ്ങൾക്ക് നിങ്ങളെ ബാപ്പാനോട് പറയാം. അത് ഏത് നിബന്ധന ആയിരിക്കണമെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന ഭർത്താവിനെ എനിക്ക് വേണം, ഖുർആൻ ഓതാൻ അറിയുന്ന ഭർത്താവിനെ എനിക്ക് വേണം. വഅദ് നാട്ടിൽ സംഘടിപ്പിക്കുമ്പോ ഈ സദസ്സിൽ കണ്ടില്ലേ, ധാരാളം ചെറുപ്പക്കാരുണ്ട്. എനിക്ക് അവരെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. വഅദിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന ചെറുപ്പക്കാരനെ പോലെയുള്ള ഒരു പുതിയ ആപ്പിളയെ വേണം എന്ന നല്ല നല്ല നിബന്ധന നിന്റെ ബാപ്പാനോട് പറയുമ്പോ, നിന്റെ ജീവിതം ഖൈറാകണമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല ബാപ്പ, ആ ബാപ്പ നിനക്ക് നല്ല ആലോചന കൊണ്ടുവരും കേട്ടോ. വേറെ ചില ബാപ്പമാരുണ്ട്, സ്വന്തം മകളെ കെട്ടിച്ചയക്കുന്നു, ആ പുതിയ ആപ്പിളയുടെ ഇബാദത്തിലേക്ക് നോക്കുന്നില്ല, തഖ്വയിലേക്ക് നോക്കുന്നില്ല. അവന്റെ കയ്യിൽ BMW കാറുണ്ട്, അവന് വലിയ വലിയ കോടി വിലപിടിപ്പുള്ള വീടുണ്ട്, അവന് ലക്ഷങ്ങൾ പ്രതിമാസം വരുമാനമുണ്ട്. അപ്പൊ അവൻ ഇത്രയെല്ലാമുള്ള അവൻ BMW കാറുള്ള ആ പുതിയ ആപ്പിള, വലിയ കോടികൾ വിലപിടിപ്പുള്ള വീടുള്ള പുതിയ ആപ്പിള, ഓരോ മാസവും പ്രതിമാസവും ലക്ഷക്കണക്കിന് വരുമാനമുള്ള പുതിയ ആപ്പിള, ആ പുതിയ ആപ്പിള സുബഹിക്ക് നേരത്തെ എണീറ്റ് സുബഹി നിസ്കരിക്കാറുണ്ടോ? ഒരു മുസ്ലിമിന് 5 നേരം നിസ്കാരം ഫർളല്ലേ. ആ നിസ്കാരം ആ പുതിയ ആപ്പിള കൃത്യമായും സമയത്തെ തൊട്ട് പിന്തിപ്പിക്കാതെ നിസ്കരിക്കാറുണ്ടോ എന്ന് ബാപ്പ നോക്കിയില്ല. കേവലം പണം കണ്ടിട്ട് മകളുടെ ഭാവി തകർത്ത് കളഞ്ഞ ഈ ഒന്നിനും കൊള്ളാത്ത ബാപ്പ, ഈ ബാപ്പക്ക് ബാപ്പയാണെന്ന് പറഞ്ഞു നടക്കാൻ അധികാരമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ചരിത്രം മറക്കണ്ട. പക്ഷേ
ഖൈസമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ മരിച്ചാലും ഞാൻ വേറെ കല്യാണം കഴിക്കൂല. അപ്പൊ മഹാൻ പറഞ്ഞു, പെണ്ണേ, ഞാനത് നിന്നോട് പറയില്ല. നിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അതൊന്നും ഉദ്ദേശിക്കൂല. നിനക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചേക്കാം. പക്ഷേ ഈ സമയത്ത് മരിക്കാൻ കിടക്കുന്ന ഈ സമയം എനിക്കൊരു പേടിയുണ്ട്. ഖൈസമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ട്. ആരെയാണ് ഞാൻ പേടിക്കുന്നത്? എന്റെ ഒരു സഹോദരനുണ്ട്, എന്റെ ബാപ്പാന്റെ മകൻ, എന്റെ ഉമ്മാന്റെ മകൻ, എന്റെ അതേ കൂടെ പറപ്പാട് എന്റെ സഹോദരനാണ്. ആ സഹോദരനോ അവൻ ഫാസിഖായ മനുഷ്യനാണ്. ആ സഹോദരൻ ഒരു തെമ്മാടിയാണ്. ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ധാരാളം ഖുർആൻ ഓതിയതാണല്ലോ. ഈ ഖുർആൻ ഓതിയ എന്റെ വീട്ടില് എന്റെ കാലത്തിന് ശേഷം എന്റെ സഹോദരൻ അവനൊരു ഫാസിഖാണല്ലോ. ആ സഹോദരൻ തെമ്മാടിയാണല്ലോ. ആ തെമ്മാടിയായ സഹോദരൻ എന്റെ വീട്ടിൽ വന്ന് കള്ളു കുടിച്ചാൽ, വ്യഭിചരിച്ചാൽ ഖബറിൽ കിടക്കുന്ന എനിക്ക് സമാധാനമുണ്ടാകൂല. എന്തേ കാരണം? ഈ വീട്ടിൽ ഞാൻ ധാരാളം ഖുർആൻ ഓതിയിട്ട് ഖത്തം തീർത്ത വീടാണ്. ഈ വീട്ടിൽ എന്റെ ആ തെമ്മാടിയായ സഹോദരൻ വന്ന് മദ്യപിച്ചാൽ, വ്യഭിചരിച്ചാൽ ഖബറിൽ കിടക്കുന്ന എനിക്ക് സമാധാനമുണ്ടാകൂല. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, എന്റെ വീടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് എന്റെ വീടിന്റെ പ്രത്യേകത? എന്റെ വീട്ടിൽ 3 ദിവസത്തിലൊരിക്കൽ ഞാൻ ഖുർആൻ ഖത്തം തീർക്കാറുണ്ട്. ഞങ്ങൾക്ക് ഖത്തം തീർക്കാൻ പറഞ്ഞെങ്കിൽ റമദാൻ വരണം അല്ലേ? കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാന്റെ ഇടയ്ക്ക് ഒരു ഖത്തം തീർത്ത് എത്ര ഉപ്പമാരെന്റെ സദസ്സിലുണ്ട്? കൈപൊക്കണ്ട. കൈപൊക്കിയാൽ ചിലപ്പോൾ ചില വെറുതെ ചില ആളുകൾ പൊക്കും. പിന്നെ ഞാൻ കുറ്റക്കാരനാവും. കൈപൊക്കണ്ട. നിങ്ങളെ മനസ്സിനോട് നിങ്ങൾ പറയും. മുസാഫ് ഉണ്ടല്ലോ വീട്ടില്, മുസാഫില്ലേ? ഉണ്ട്. ഇത് എന്ന് കൊണ്ടുപോയി വെച്ച മുസാഫ് എന്നറിയോ? എന്ന് കൊണ്ടുപോയി വെച്ച മുസാഫാണ്. പള്ളിന്റെ ഉസ്താദിന്റെ അടുത്ത് വന്ന് ചോദിച്ച്, പുതിയ വീടൊക്കെ ആയപ്പോ ഉസ്താദെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ആദ്യം എന്ത് കൊണ്ടുപോകണം? ചില മനുഷ്യന്മാർക്ക് അതിനോടൊക്കെ വലിയ താല്പര്യ. അങ്ങനെ ചില ആളുകളുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലണമെന്ന് ഓൻക്കറിയാം. അത് ചൊല്ലുന്നില്ല. എന്നിട്ട് ഓൻ ചോദിക്കുന്നു പള്ളിയുടെ ഉസ്താദിനെ വിളിച്ചിട്ട്, പെണ്ണ് കാണാൻ പോകുമ്പോ, ഉസ്താദെ എന്തെങ്കിലും ദിക്ർ ചൊല്ലാനുണ്ടാന്ന്. ശരിക്കും മനസ്സിലാക്കി. ഞാൻ വെറുതെ പറയല്ലേ, നമ്മളെ ഈമാനൊന്ന് അളന്നു നോക്കുന്നു. നമ്മളെ ഈമാനൊന്ന് അളന്നു നോക്കണ്ടേ? നിസ്കാരം കഴിഞ്ഞിട്ട് 33 സുബ്ഹാനല്ലാഹ് ഉണ്ട്. മഗ്രിബിന്റെ ശേഷം അടക്കണ്ട് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. രാത്രി കിടന്നുറങ്ങുമ്പോ അല്ലാഹു അക്ബർ 33നേക്കാൾ ഒന്ന് കൂട്ടിയാൽ മതി, 34. ബാക്കിയൊക്കെ ഒരുപോലെയാണ്. അത് ഇവൻ അറിയാ. എന്നിട്ടും വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ സലാം വീട്ടിയ ഉടനെ ഉസ്താദ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ ഒറ്റ പോക്ക് പോവാൻ ലൈസൻസ് കൊടുത്ത പോലെ. അങ്ങനെ ഉണ്ടല്ലോ ചില മനുഷ്യന്മാർ. വെള്ളിയാഴ്ച അടക്കം. പഴയ കാലം എന്ന് പറഞ്ഞിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് വെള്ളിയാഴ്ച പള്ളിക്ക് പോവാന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒക്കെ ഒരു ആവേശം. എന്താ റബ്ബേ സുബ്ഹാന ജല്ല ജലാലു. പഴയ കാലത്ത് ഞങ്ങൾ ഉപ്പാപ്പമാര് അവരൊക്കെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ പോകുന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു ആവേശം എന്താണ്? ചെറിയ ആവേശമാണോ? നല്ല കുപ്പായം ധരിക്കും. ഏതാ കുപ്പായം? വെള്ളിയാഴ്ച ധരിക്കണ കുപ്പായം ഏതാണ്? മഹാന്മാരൊക്കെ പറഞ്ഞു, ഉള്ളതിൽ വെച്ച് നല്ല കുപ്പായം ധരിക്കണം വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുമ്പോ. അതിലും വെളുത്തത് ഏറ്റവും നല്ലത് ഏതാണ്? വെളുത്തത്. പഴയ കാലത്തെ ഉപ്പമാരൊക്കെ പള്ളിയിലെ ജുമയ്ക്ക് വരുമ്പോ വെളുത്ത കുപ്പായം ധരിച്ചിട്ട് വരികയാണ്. ഇന്ന് വരുന്നു ചെറുപ്പക്കാരൻ. ഓന്റെ ബരവ് കാണുമ്പോ തന്നെ മനസ്സിലാവും ഖത്തർ ഫിഫ വേൾഡ് കപ്പിന് കളിക്കാൻ പോയിട്ട് വരികയാണ് നേരെ ജുമയ്ക്ക്. ഓന് ടീഷർട്ട് കാണുമ്പോ എന്താ? ടീഷർട്ടിന്റെ ബാക്കിലുണ്ട് റൊണാൾഡോ, മുന്നിലുണ്ട് മെസ്സി, ഇപ്പുറത്തുണ്ട് താഴ്ഭാഗത്ത് പാന്റിന്റെ ഒരു കീശന്റെ ഭാഗത്തുണ്ട് നെയ്മർ, മറ്റേ കീശന്റെ ഭാഗത്തുണ്ട് എംബാപ്പെ. തോന്നണോ ഇവന്റെ അവരൊക്കെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഇവനെ നടന്നിട്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോ റൊണാൾഡോന്റെ ടീഷർട്ട് ഇട്ട് വരികയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. അള്ളാന്റെ ദീന് പറയാണ്. അടുത്ത കൊല്ലം വേദന നിങ്ങൾ ക്ഷണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, റബ്ബിന്റെ ദീന് പറയാതിരിക്കാൻ പറ്റൂല. ഇസ്ലാം പറഞ്ഞു വെള്ളിയാഴ്ച ജുമയ്ക്ക് എങ്ങനെ പോണോന്ന്. അത് പുരുഷന്മാരോട് പറയേണ്ടത്. വെള്ളിയാഴ്ച ജുമ സ്ത്രീകൾക്കില്ല, പുരുഷന്മാർക്കാണ്. അപ്പൊ പുരുഷന്മാരോട് ഇസ്ലാം പറഞ്ഞു വെള്ളിയാഴ്ച ജുമയ്ക്ക് എങ്ങനെ പോകണം? ഉള്ളതിൽ വെച്ച് നല്ല കുപ്പായം ധരിച്ചിട്ട് പോകണം.
എപ്പ കുളിക്കണം? പള്ളിക്ക് പോകുന്ന സമയത്തോട് അടുത്തിട്ട് കുളിക്കണം. അങ്ങനെ രാവിലെ കുളിച്ചിട്ട് പോയ എല്ലാം വേർത്തിട്ട് മുങ്ങിട്ട് ലാസ്റ്റ് പോവാണ് വെള്ളിയാഴ്ച ജുമാക്ക്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇപ്പൊ നോക്കുമ്പോ പിന്നെ പള്ളിയിലൊക്കെ AC ആണ്. AC ഗ്യാല്ല, പിന്നെ AC അതിനുണ്ട്. ഇപ്പൊ നമ്മുടെ പള്ളിയിൽ അൽഹംദുലില്ലാ നല്ലൊരു പള്ളി. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ ചെറ്റക്കുടില് പോലുള്ളൊരു മദ്രസയിലൂടെ വളർന്നു വന്നു. അൽഹംദുലില്ലാ ഇന്ന് എത്ര മനോഹരമായ പള്ളിയാണ്. കഴിഞ്ഞ തവണ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നല്ലൊരു പിരിവ് നടത്തി. എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലപ്പാ, പിന്നെ ഇവിടെ ഈ ഷീറ്റ് ഇടാൻ വേണ്ടി ഞാൻ വന്ന ഉടനെ ആദ്യം നോക്കിയത് തന്നെ ഈ ഷീറ്റാണ്. അൽഹംദുലില്ലാ അന്ന് നിങ്ങളൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചു. ഷീറ്റിന്റെ ഇവിടെ കാണുന്നണ്ട ഈ ഷീറ്റ് ഇങ്ങനെ കാണുമ്പോ അന്ന് ഇതിനെ സഹായിച്ചവർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അഭിമാനത്തോടെ ഇരിക്കാം. എന്താ കാരണം? ഞാൻ കൊടുത്ത ഒരു വിഹിതം അതിലുണ്ടല്ലോ. ഞാൻ അന്ന് 1 രൂപയും പോലും കൊടുത്തില്ല. എന്തിനാ എനിക്ക് ഓർമ്മയില്ല. ഇല്ല, അതേ സമയത്ത് 1 രൂപ പോലും ഞാൻ കൊടുത്തില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ തന്നു. അപ്പൊ നിങ്ങൾ തരാൻ കാരണക്കാരൻ ഞാനായതുകൊണ്ട് ഇന്ന് ഇത് കാണുമ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നാൻ. 1 രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ അന്ന് ചോദിച്ചതിന്റെ സന്തോഷം ഇന്ന് കാണുമ്പോ അല്ലാഹുവേ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ നീ അവർക്കും ഈ സദസ്സിലുള്ള എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നമുക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഞങ്ങളെ പള്ളിയിൽ AC വേണം, ഒരു 6 AC. അൽഹംദുലില്ലാ ഞങ്ങളെ പ്രവാസി കൂട്ടായ്മ, ആ പ്രവാസി കൂട്ടായ്മ അതിനു വേണ്ട നല്ലൊരു സംഖ്യ അവർ സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാണ്. അല്ലാഹുവേ അധ്വാനിക്കുന്ന ആ പ്രവാസികൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവർ ആരൊക്കെ അവരോട് സഹകരിക്കുന്നുവോ നീ അവർക്കൊക്കെ സന്തോഷം നൽകണം റഹ്മാനെ. എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി നമ്മുടെ പള്ളിയിൽ AC കൊണ്ടുവന്ന് വെക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അപ്പൊ ജുമാക്ക് കുറച്ച് നേരത്തെ വരും. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെങ്കിലും വേണല്ലേ. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ പള്ളിയിൽ AC വെച്ചിട്ട് കുറച്ചാൾ ജുമാക്ക് നേരത്തെ വന്ന ആൾക്കാർ പോതാൻ തുടങ്ങിയെങ്കിൽ അൽഹംദുലില്ലാ. AC അതിന് കാരണമാണെങ്കിൽ നല്ലതന്നെ. വെറുതെ പറയല്ല ഞാൻ പറഞ്ഞു തന്നത്. അപ്പോ വെള്ളിയാഴ്ച ജുമാക്ക് എങ്ങനെ പോകണം? നല്ല വസ്ത്രം ധരിച്ചു പോകണം. ഉള്ളതിൽ വെച്ച് ഏറ്റവും മുന്തിയ വസ്ത്രം മാത്രമല്ല, അതിൽ നല്ല കുപ്പായം, വെളുത്ത കുപ്പായം. അങ്ങനെ ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയാണ്, ഒരു വെളുത്ത കുപ്പായം വേണം കേട്ടാ. അത് കേവലം കഫൻ പൊതിയുന്ന സമയത്ത് മാത്രമല്ല. ചില ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം അങ്ങനെയാണ്. അത് വെളുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇടാനുള്ളതല്ല, ലാസ്റ്റ് മരിച്ചിട്ട് കഫൻ പൊതിയുമ്പോൾ ഇടാനുള്ളതാണ്. അല്ല, അതിനൊരു പ്രാക്ടീസ് ഇപ്പൊ ആകണം. അതുകൊണ്ട് ഒരു 2-3 വെളുത്ത കുപ്പായെങ്കിലും വേണം. ഇനിയിപ്പോ അടുത്ത ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങുമ്പോ എന്നിട്ട് ജുമാക്ക് വരുമ്പോ നിന്റെ ഈ ചെക്സ് കളറുള്ള ടീഷർട്ട് വന്നിട്ട് വരേണ്ടതല്ല. പിന്നെ അൽ അബിയം പേടിച്ചു പോകണ്ട. അഥവാ വെളുത്തതിട്ടാല് പിന്നെ ഉസ്താദ് എന്ന് വിളിക്കൂന്ന് പേടിയുന്നു. അങ്ങനെ വിളിക്കൊന്നുമില്ല. ഉസ്താദുമാർ മാത്രമാണ് വെളുത്തെളിയിടുന്നത്. ഡോക്ടർമാരിടുന്നു, എഞ്ചിനീയർമാരിടുന്നു, അഡ്വക്കേറ്റുമാരിടുന്നു, എല്ലാവരും ഇടുന്നു. അപ്പോ പള്ളിയിൽ വരുമ്പോൾ, ജുമുഅക്ക് വരുമ്പോൾ വെളുത്ത വസ്ത്രം ധരിക്കണം. അത് സുന്നത്താണ്. ഇതുപോലെ സുഗന്ധം പുരട്ടണം, അത്തറ് പുരട്ടണം. അത്തറ് പുരട്ടിയിട്ട് വരണം, അത് സുന്നത്താണ്. ഇതുപോലെ വെള്ളിയാഴ്ച, ഇനി ഈ വെള്ളിയാഴ്ച ഏതായാലും കഴിഞ്ഞല്ലോ, അടുത്ത വെള്ളിയാഴ്ചക്ക് നമ്മൾ അത് ചിന്തിക്കുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഇവിടെ ഞാൻ വന്നപ്പോഴും ഞങ്ങളെ പ്രസിഡന്റ് അസിസ്റ്റന്റിനോട് പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ ഒരാള് ഈ വെള്ളിയാഴ്ച ഇല്ല, അദ്ദേഹം അതാ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അല്ലാഹുവേ ആരെല്ലാം ഈ സദസ്സിലുള്ളവരുമായി നാമുമായി ബന്ധപ്പെട്ടവർ മരിച്ചുപോയോ, നീ അവർക്ക് സ്വർഗം കൊടുക്കണം റഹ്മാനേ. ഇനി അടുത്ത വെള്ളിയാഴ്ച ഞങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാണ്, പള്ളിയിലേക്ക് ജുമക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് 2 റൂട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. ഒന്ന് കുറച്ച് ദൂരെയുള്ള റൂട്ടാണ്, മറ്റൊന്ന് അടുത്ത റൂട്ടാണ്. ജുമക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ദൂരെയുള്ള റൂട്ടിൽ വരലാണ് സുന്നത്ത്. ജുമ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴോ അതാ ഷോർട്ട് കട്ടിലാണ് പോകല് സുന്നത്ത്. എന്തേ കാരണം? വീട്ടിൽ ഭാര്യ കാത്തിരിക്കുന്നു. ആ ഭാര്യ വീട്ടിൽ ദുഹ്ർ നിസ്കരിച്ച് ഭർത്താവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കുറെ നേരമാക്കാൻ പാടില്ല. പള്ളിയിലെ ദുആയും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകണം, നേരത്തെ വീട്ടിലെത്തണം.
ഇപ്പോ ഒരു വീട്ടിൽ 5 ചെറുപ്പക്കാർ 5 ബൈക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ബൈക്കിൽ വരികയാണ്. പള്ളിന്റെ മുന്നിൽ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു എത്ര വാഹനങ്ങൾ. എന്താ സമ്മേളനം നടക്കുകയാണോ? സമ്മേളനല്ല, ജുമഅക്ക് വന്ന ആളുകളെ വാഹനമാണ്. പഴയ കാലത്ത് അത്തരത്തിലുള്ള വാഹനമൊന്നും പള്ളിന്റെ പരിസരത്ത് കാണൂല. എന്തേ കാരണം? അവരൊക്കെ നടന്നിട്ടാണ് പള്ളിയിൽ വന്നത്. അവർക്കറിയാം വെള്ളിയാഴ്ച ദിവസം ഒരു കാരണവുമില്ല എങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ വാഹനത്തിൽ കയറാതെ നടന്നിട്ട് വെള്ളിയാഴ്ച ജുമഅക്ക് പള്ളിയിൽ വരൽ നല്ലതാണ് കേട്ടോ. ഇനി ആ പള്ളിയിൽ വന്നാലോ, ചില ആളുകൾ ഖുതുബ കേൾക്കുമ്പോ ഇരിക്കണ ഇരുത്തം കാണുമ്പോ പള്ളിയിൽ തൂങ്ങി ഉറങ്ങാൻ വേണ്ടി നിയത്ത് ചെയ്ത് വന്നതാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇന്നലെ രാത്രി ഭാര്യ ഉറങ്ങാൻ വിട്ടില്ല, എന്നിട്ട് ആ ഉറക്ക ഇദ്ദേഹം വന്നിട്ട് പള്ളിയിൽ ഖളാ വീട്ടിയാണ്. അങ്ങനെയാകാൻ പാടില്ല. ഒന്നാം സഫിൽ ഓരോരുത്തർ ഇരിക്കുകയാണ്. പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ ഖുതുബോധം വേണ്ടി മുന്നിലിരിക്കുന്നവരൊക്കെ തൂങ്ങുക. എന്താ കാരണം? പകല് കച്ചവടം ചെയ്തതിന്റെ ക്ഷീണം മാറ്റിയാണ് പള്ളിയിൽ ജുമഅക്ക് വന്നിട്ട് ബാള് പിടിച്ചിട്ട് പറഞ്ഞില്ലേ, ഉസ്താദിനെ മിമ്പറിലേക്ക് കയറ്റുന്ന സമയത്ത് താഴെ നിന്നിട്ട് മുഅദ്ദിൻ ഉസ്താദ് അൽഹംദുലില്ലാ റഹീം സഖാഫി, രണ്ടാളും റഹീം സഖാഫികൾ തന്നെ. അത് എങ്ങനെ ഒത്തു കിട്ടിയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ആള് കയ്യിൽ പിടിച്ചിട്ട് മുഅദ്ദിൻ ഉസ്താദ് ഖത്തീബ് ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ പറഞ്ഞു, മാശറൽ മുസ്ലിമീന റഹിമക്കുമുല്ലാഹ്, മുസ്ലിമീങ്ങളെ അല്ലാഹ് നിങ്ങൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ജുമുഅ എന്ന് പറഞ്ഞാൽ ഫുഖറാക്കളെ ഹജ്ജാണ്, മസാക്കീങ്ങളെ മിസ്കിന്മാരെ ഹജ്ജാണ് ജുമുഅ. നിങ്ങൾ എന്തെന്നാ കരുതിക്കണം? വന്ന് തൂങ്ങാനുള്ളതെന്നാ കരുതിയ? അല്ല, പാവപ്പെട്ടവരുടെയും മിസ്കീന്മാരുടെ ഹജ്ജാണ് ജുമുഅ. എന്നിട്ട് വാള് പിടിച്ച ഉസ്താദ് പറയാണ്, വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളാണ് ജുമുഅ എന്ന് പറഞ്ഞാൽ. മുഅ്മിനീങ്ങളെ പെരുന്നാളാണ് ജുമുഅ. അതുകൊണ്ട് ജുമുഅ വെള്ളിയാഴ്ച തന്നെ വീട്ടിൽ എന്താ ഉണ്ടാവുക? നല്ല മട്ടൻ ഇറച്ചി ഉണ്ടാവും. ഇവിടെ ഇല്ലേ? ഇപ്പൊ അവിടുന്ന് പെണ്ണുങ്ങന്മാർ കത്ത് തരും ചിലപ്പോ. ഇല്ല ഉസ്താദെ, ഇവിടെ വെള്ളിയാഴ്ച മത്തി തന്നെ ഉസ്താദെ. എന്ത് അത്തര കുറകളാകാൻ പാടില്ല. നമ്മളെ കുറപ്പെട്ട് എന്ന് പറഞ്ഞ എന്റെ ഭാഷയിൽ പറയും അന്റെ ബക്കിയിൽ കൊണ്ടുപോയിട്ട് കോറയിലിടണോ. അങ്ങനെ ചെയ്യാൻ മനുഷ്യന്മാർ വെള്ളിയാഴ്ച പോലും ഒരു ആട്ടിറച്ച് കൊണ്ടുവരാൻ കഴിയാത്തവനെ എന്തിനു പറ്റും? പൈസ ഇല്ലാഞ്ഞിട്ടാ? അല്ലല്ല, ഒക്കെ അക്കൗണ്ടിൽ സേവിംഗ് ആണ്. എത്തപ്പ ഈ അക്കൗണ്ടിൽ സേവിംഗ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു പടച്ചിറപ്പിനറിയാം. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലേന്ന് അറിയില്ല. അപ്പൊ ഇവൻ പറയാണ്, കൊറേ ബേസായിട്ട് എനിക്കെല്ലാം വേണോ അത്. കൊറേ ബയസായിട്ട് പോട്ടപ്പ അടുത്ത ഒരു സെക്കൻഡിൽ നമ്മൾ ഉണ്ട് എന്തുറപ്പ്? കിട്ടിയതിൽ അങ്ങ് മജാടിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒന്നും ആമീൻ പറയണില്ല അല്ലേ? കിട്ടിയതിൽ മജാടിക്ക് മനുഷ്യന്മാർ അള്ളാഹു ഭാഗ്യം തരട്ടെ. മജാടിക്കണം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് എടുത്തേക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു, എടുത്തു വെച്ചോ. പക്ഷേ കുറെ നാളൊന്നും ഉണ്ടാവൂല. അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് തരട്ടെ. ഇങ്ങനെ സേവിംഗ് ആക്കി വെച്ചതാണ്. 1 കോടി ആയി കിട്ടട്ടെ, അതിന്റെ പിന്നെ നമുക്കെല്ലാം നോക്കാന്ന് പറഞ്ഞിട്ട് 1 കോടി ആവലോടുകൂടെ പിറ്റേന്ന് തന്നെ അസ്രായേൽ വന്നിട്ട് അവനെ കൊണ്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 1 കോടി ഇവിടെ ബാക്കി. പുള്ള കലാട്ടാക്കുകയാണ്, മക്കളെല്ലാം കലാട്ടാക്കുകയാണ്. ഒരു മോൻ വന്നിട്ട് പറഞ്ഞ, ബാപ്പ എന്റെ പേരിലെല്ലാം പറഞ്ഞു തന്നാണ്, 1 ലക്ഷം നീ കൊണ്ടുപോയിക്കോന്ന് ബാപ്പ പറഞ്ഞാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ പറഞ്ഞു, ഇല്ലല്ലല്ല, ആർക്കും മക്കൾക്കില്ല, ബാപ്പ എന്നോട് പറഞ്ഞതാണ്, എല്ലാം നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. കണ്ട, പിന്നെ ഉമ്മക്കും പ്രശ്നം, മക്കൾക്കും പ്രശ്നം. എന്തിന്റെ പേരിൽ? ബാപ്പാന്റെ സ്വത്തിന്റെ പേരിൽ. അങ്ങനാകാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, പള്ളിയിൽ വന്നിട്ട് ഉസ്താദ് പറയാണ്, മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ്. അതുകൊണ്ട് അൻസിതു ഫസ്തമിഉ, നിങ്ങൾ ആ ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കണം. ആ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ആരും തൂങ്ങി ഉറങ്ങാൻ പാടില്ല എന്ന് ബാള് പിടിച്ചിട്ടാണ് ഉസ്താദ് പറഞ്ഞത്. എന്നിട്ട് അതാ ഖതീബ് ഉസ്താദിന്റെ കയ്യിൽ മാള് കൊടുത്ത് കയറ്റിയിരുത്തി. മൈസറ വിളിച്ചപ്പോഴേക്ക് താഴെ ഇരുന്ന ആണുങ്ങന്മാരെല്ലാരും നല്ല സന്തോഷത്തോടെ, ആയിക്കോട്ടെ, ഞങ്ങൾ ആരും ഉറങ്ങൂല, തൂങ്ങൂല. പിന്നീട് ഖതീബ് ഉസ്താദ് കയറിയ ഉടനെ ഇയാളങ്ങ് തൂങ്ങി ഉറങ്ങാൻ തുടങ്ങി. പാടില്ല. വീട്ടിൽ ക്ഷീണം മാറ്റി വരണം, പള്ളിയിൽ തൂങ്ങി ഉറങ്ങാനുള്ളതല്ല. പ്രത്യേകിച്ച് ഖുതുബ എന്നതോ, ആ ഖുതുബ എന്നത് ശ്രദ്ധിച്ച് കേൾക്കാനുള്ളതാണ്. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു. അതുകൊണ്ടല്ലേ വെള്ളിയാഴ്ച
ഞാൻ നിങ്ങളോടൊരു മസാല പറഞ്ഞു തരുന്നു, ശരിക്കും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. പുരുഷന്മാരോട് വെള്ളിയാഴ്ച 2 ബാങ്കുണ്ട്. ആ 2 ബാങ്കിന്റെ കൂട്ടത്തിൽ ഒരു ബാങ്ക് ഖതീബ് ഉസ്താദ് മിമ്പറിൽ കയറി ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്കാണ്. ആ ബാങ്ക് കൊടുത്താൽ, കാഴ്ചയിലുള്ള ആ 2ാമത്തെ ബാങ്ക് കൊടുത്താൽ, ഒരു ബാങ്ക് ളുഹറിന്റെ സമയത്ത് തന്നെ എന്നും കൊടുക്കുന്നത് പോലെ കൊടുക്കും. ഇനി 2ാമത്തെ ബാങ്കോ ഖതീബ് ഉസ്താദ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം കൊടുക്കുന്ന ബാങ്ക്, താഴെയുള്ള മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കും. ആ കാഴ്ചയിലുള്ള 2ാമത്തെ ബാങ്ക് കഴിഞ്ഞാലോ കച്ചവടക്കാരെ, പിന്നെ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ഹറാമാണ് കേട്ടോ. ചെറുപ്പക്കാരെ, പിന്നെ നിങ്ങൾ ജോലിക്ക് പീഡയിൽ നിൽക്കുന്നത്, കടകളിൽ നിൽക്കുന്നത് ഹറാമാണ് കേട്ടോ. ഇന്ന് ചില ആളുകൾ കണ്ടില്ലേ, ഖുതുബ കഴിഞ്ഞിട്ട് നിസ്കാരത്തിനാണ് വരുന്നത്. ആ സമയത്തിലുള്ള നിങ്ങളുടെ പഠിത്തം ഹറാമാണ്. ചില ആളുകൾ ഇന്ന് വരുന്നത് എപ്പോ? ഉസ്താദ് ഖുതുബ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോഴാണ് വെള്ളിയാഴ്ച ജുമഅക്ക് വരുന്നത്. അതുവരെ എവിടെയായിരുന്നു? അപ്പൊ പറയുന്ന ന്യായാണ്, പീഡ ബന്ധാക്കാൻ കുറച്ച് നേരം വൈകി ഗിറാക്കി ഉണ്ടായിരുന്നു. ഈ ഗിറാക്കിനെ കൊണ്ട് എന്ത് പറ്റൂ? അത് ഹറാമായ കച്ചവടമല്ലേ? ഖതീബ് ഉസ്താദ് ഖുതുബ ഓതാൻ മിമ്പറിൽ കയറി ഇരുന്നതിന് ശേഷം താഴെയുള്ള ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ് 2ാമതായി കാഴ്ചയിലുള്ള ബാങ്ക് കൊടുത്താൽ, പിന്നീട് നിന്റെ കച്ചവടം ഹറാമാണ്, ജോലി ഹറാമാണ്, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം ഹറാമിന്റെ പൈസയാണ്. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണമോ ഹറാമിന്റെ പണമാണ്. ഇത് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്തിനേറെ പറയണോ? ഒരു മനുഷ്യൻ അതാ ഉസ്താദ് ഖുതുബ ഓതാൻ വേണ്ടി മിമ്പറിൽ കയറി ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുതുബ ഓതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ പെർലാടം എന്ന നാട്ടിൽ നിന്ന് ഒരാൾ പള്ളിയിൽ വരുന്നത്. ഉദുവെടുത്ത് നോക്കുമ്പോ വെള്ളിയാഴ്ച ഉസ്താദ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പള്ളിയിൽ കയറിയാൽ ഒരു 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കാരമുണ്ടല്ലോ. ആ തഹിയ്യത്ത് നിസ്കാരം നിസ്കരിക്കണോ വേണ്ടേ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, നിനക്ക് അപ്പോഴും തഹിയ്യത്ത് നിസ്കാരമുണ്ട്. ഉസ്താദ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും പള്ളിയിൽ കയറിയ നീ അതാ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. പക്ഷേ എങ്ങനെ നിസ്കരിക്കണം? വേഗം നിസ്കരിച്ച് തീർക്കണം. നീ നിസ്കാരം നീട്ടാൻ പാടില്ല. വേഗം 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് തീർക്കണം. എന്നിട്ടോ നീ ഉസ്താദിന്റെ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലാതെ ഒരിക്കലും നീ കുറെ ദീർഘിപ്പിച്ച് തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അവിടെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു, നീ ജുമഅക്ക് മുമ്പുള്ള ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നിസ്കരിക്കാതിരിക്കാനല്ലേ സാധ്യത? കാരണം ഉസ്താദ് ഖുതുബ ഓതാൻ തുടങ്ങിയപ്പോഴല്ലേ നീ പള്ളിയിൽ വന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം? തഹിയ്യത്ത് നിസ്കാരം എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. അതോടൊപ്പം നിനക്ക് 2ാമതായി കരുതാം, ജുമഅക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം എന്ന് 2ാമതായി കരുതാം. അത് കുഴപ്പമില്ല. ഈ നിസ്കാരമല്ലാതെ ചില മനുഷ്യന്മാരുണ്ട്, അവിടെ വന്നിട്ട് വേറെ നിസ്കാരം നിസ്കരിക്കുന്നു, അതുപോലെ മറ്റു പല നിസ്കാരങ്ങളും നിസ്കരിക്കുന്നു. ആ നിസ്കാരം നിസ്കരിച്ചാൽ അത് സ്വഹീഹേ അല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ എല്ലാത്തിനും നിയമമുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റുമായി കുട്ടികൾ വരുന്നുണ്ട്. എല്ലാ ഉമ്മമാരും സഹകരിക്കണം. സഹായിക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മളൊക്കെ ആമീൻ പറയും. എന്ത് നിയത്ത് വെച്ചിട്ടാണോ അവർ സഹായിക്കുന്നത്, അല്ലാഹു ആ നിയത്തുകളൊക്കെ സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ വാദം ചുരുക്കുന്നു. അപ്പോ വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാല് ആഴ്ചയിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വർഷത്തിൽ തന്നെ 1ാം സ്ഥാനം അറഫ ദിവസത്തിനാണ്. അറഫ കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തിൽ തന്നെ 2ാം സ്ഥാനം വെള്ളിയാഴ്ച ദിവസത്തിനാണ്. അവിടെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, അല്ലല്ല, അറഫ ദിവസത്തെക്കാളും സ്ഥാനം വെള്ളിയാഴ്ച ദിവസത്തിനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ വെള്ളിയാഴ്ച ദിവസം അത്രയും മഹത്വമുള്ള വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ടല്ലേ ആ വെള്ളിയാഴ്ച പകലിനും വെള്ളിയാഴ്ച രാവിനും വലിയ ബഹുമാനമുണ്ട്.
വെള്ളിയാഴ്ച പകലും അൽ കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. വെള്ളിയാഴ്ച രാവ്, അതായത് കഴിഞ്ഞ രാത്രി, അപ്പോഴും അൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. പക്ഷേ ഞാൻ എന്റെ വാല് കേൾക്കുന്ന പുരുഷന്മാരോട് ചോദിക്കട്ടെ, മറക്കപ്പുറത്തിരുന്ന് എന്റെ വാല് കേൾക്കുന്ന ഉമ്മ പെരുങ്ങന്മാരോട് ചോദിക്കട്ടെ, വാല് കേൾക്കാൻ വലിയ ഉഷാറാണ്. ഇന്ന് വെള്ളിയാഴ്ച അൽ കഹ്ഫ് സൂറത്ത് ഓതിയ എത്ര പുരുഷന്മാർ എന്റെ സദസ്സിലുണ്ട്, സ്ത്രീകൾ എന്റെ സദസ്സിലുണ്ട്. വെള്ളിയാഴ്ച രാവും അൽ കഹ്ഫ് സൂറത്ത് ഓതൽ സുന്നത്തല്ലേ? വെള്ളിയാഴ്ച രാവ് അൽ കഹ്ഫ് സൂറത്ത് ഓതിയ എത്ര പുരുഷന്മാർ എന്റെ സദസ്സിലുണ്ട്, എത്ര സ്ത്രീകൾ എന്റെ സദസ്സിലുണ്ട്. അവിടെ തന്നെ ഞാൻ ഉമ്മമാരോട് പറയട്ടെ, ജുമഅക്ക് പള്ളിയിൽ വരുന്ന പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും അൽ കഹ്ഫ് ഓതൽ സുന്നത്താണ്. എന്നാൽ അൽ കഹ്ഫ് ഓതൽ ഏറ്റവും പുണ്യമുള്ള സമയമേതാണ്? അതേ 11:30 മണിക്കോ 12 മണിക്കോ ജുമഅക്ക് തൊട്ടു മുമ്പ് പള്ളിയിൽ വന്നിട്ട് ഓതുന്നതിനേക്കാളും അപ്പോഴും നിങ്ങൾക്ക് വന്നിട്ട് ഓതാം. ഓതിയാൽ സുന്നത്ത് കിട്ടും. അതേ സമയത്ത് വെള്ളിയാഴ്ച ദിവസം തന്നെ പകലിൽ വെച്ച് അൽ കഹ്ഫ് ഓതാൻ ഏറ്റവും നല്ല സമയം സുബ്ഹി നിസ്കരിച്ച ഉടനെയാണ്. ഓ ഉമ്മമാരെ, ഇനി അടുത്ത വെള്ളിയാഴ്ച മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. വെള്ളിയാഴ്ച ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു അൽ കഹ്ഫ് സൂറത്ത് പൂർണ്ണമായും ഓതാതെ നിങ്ങൾ ഇരുന്ന സ്ഥലത്തിന് എണീറ്റ് നിൽക്കരുത് കേട്ടോ. ഇനി ആ വെള്ളിയാഴ്ച ദിവസം മറ്റുള്ള ഖുർആനിന്റെ സൂറത്തും ഓതൽ നല്ലതാണ്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ നല്ലതാണ്. എന്നാൽ അവിടെ ഏറ്റവും ഉത്തമമാണ്, മറ്റുള്ള പലതും ഓതുന്നതിനേക്കാളും ഏറ്റവും ഉത്തമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കൽ. കാരണം വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാവും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ദിവസമാണ്, സമയമാണ്. ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കേണ്ടുന്ന മറ്റൊരു പുണ്യകാര്യം സ്വതക്കയുടെ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച സ്വതക്കന്റെ ദിവസമാണ്. ഞാനിപ്പോ ഇന്നാളൊരു സ്ഥലത്ത് വേദറിഞ്ഞപ്പോ പറഞ്ഞേ, ഞങ്ങളെ പള്ളിയിലൊക്കെ ഇവിടെ പെരളടത്ത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, ജുമാ നിസ്കാരം കഴിഞ്ഞാല് ഓരോരുത്തരുടെ ബക്കറ്റ് പിടിച്ചു പോല അങ്ങനെ മറ്റേ ആ വണ്ടി പാവം ഇട്ടാലും അറിയില്ല, ഇട്ടില്ലെങ്കിലും അറിയില്ല ഏതിന് ആ വണ്ടി. ഞാൻ പറഞ്ഞു, ഈ വെള്ളിയാഴ്ച ജുമയ്ക്ക് പള്ളിയിൽ പുരുഷന്മാരെ മുന്നിൽ സംഭാവന ഇടുന്ന വണ്ടി ഏത് വണ്ടി ആയിരിക്കണം എന്നറിയോ? കൊടുക്കാത്തവനുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ചോദിക്കാൻ പറ്റണം, എന്റെ തരാത്തത് ആണ്. ഞാൻ പറയട്ടെ, ഞങ്ങൾ കടയിലേക്ക് പോകുമ്പോ, ബജാറിലേക്ക് പോകുമ്പോ, പീടക്ക് പോകുമ്പോ കീശ നോക്കിട്ട് പോന്നേ, എന്തേ പൈസ ഉണ്ടാന്ന്. പള്ളിക്ക് വരുമ്പോ കീശ കാലിയാക്കിട്ട് പോന്നേ ഇല്ലേ? അല്ലെ, ഇന്നിപ്പോ ഗൂഗിൾ പേ, ഫോൺ പേ, പല പേ ഉണ്ട്, അത് പോട്ടെ. പക്ഷെ എന്നാലും വെള്ളിയാഴ്ച ദിവസം കീശ പോകുമ്പോ, പള്ളിക്ക് പോകുമ്പോ കീശൽ ഒരു 10 രൂപയാണെങ്കിലും ബാപ്പ, ഒരു 20 രൂപയാണ്. കാരണം വെള്ളിയാഴ്ച ഏറ്റവും ഉത്തമമായ ഒരു സൽക്കർമാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. അല്ലിങ്ങളൊന്നും ആലോചിച്ച് നോക്ക്, പള്ളിന്റെ മുന്നിൽ പോകുന്നതിന്റെ ഒക്കെ ഇടുന്ന എത്ര, 5 രൂപ 10 രൂപ. ഇത് എത്ര ആളിടും? എല്ലാവരുടെ ഒന്നുമില്ല, കുറച്ചാളിടും. ഇട്ടത് കൊണ്ട് എവിടേക്ക് എന്ത് വരാനാ? അങ്ങനെ ഒരു മാസത്തിൽ എത്ര വെള്ളിയാഴ്ച ഉണ്ട്? ഒരു മാസത്തിൽ എത്ര വെള്ളിയാഴ്ച ഉണ്ട്? ഒന്ന് പറയിപ്പാൻ. അതും അറിയില്ല. നിങ്ങളിപ്പോ ഇപ്പോഴും കൊറോണ കാലത്തിൽ തന്നെ ഉണ്ടാന്നല്ലേ? പള്ളിക്ക് ജുമയ്ക്കൊന്നും പോകാത്തൊരു കാലം ഉണ്ടെന്ന് കൊറോണക്ക്. ഇപ്പം ചില മനുഷ്യന്മാരുണ്ട, അതിനുശേഷം അല്ലേ ഇപ്പൊ പള്ളിക്ക് പോകുന്നില്ല. എന്താ കാരണം? അത് അന്ന് നിർത്തിയതാണ് കൊറോണ കാലത്ത്. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. ഏറിയാലൊരു 4 ജുമ, ആ 4 ജുമയ്ക്ക് പോകുമ്പോ നമ്മൾ അവിടെ ഇടുന്ന ഒരു 2 രൂപ 5 രൂപ ഒരു 10 രൂപയില് ഞാൻ ചോദിക്കണത് എന്ത് കിട്ടാനാണ്? പക്ഷേ എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ പള്ളിക്ക് പോകുന്ന സമയത്ത് കീശയില് അതാ ഒരു 100 രൂപ, ഒരു 50 രൂപ. യാ അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങളെ മുന്നുകൂടെ വേറെ ചില മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു സൽക്കർമ്മമുണ്ട്. എന്താണെന്നറിയോ? ഇടൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഊണ്ടി കൊടുക്കുകയാണ്. പാസ് 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 ഒക്കെ പാസ് പാസ്. എന്ത് പാസ്? ഇട്ടിട്ട് പിന്നെ ഊന്നണം. വേറെ ചില മനുഷ്യന്മാരുണ്ട്, ഒന്നിനും പറ്റൂല അവരെന്താന്നറിയോ? പാസും ചെയ്യൂല, പിന്നെ നേരെ മുന്നിൽ വന്നിട്ട് ഈ സാധനം നിൽക്കുന്നത് കണ്ടിട്ടില്ല നടിക്കുകയാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ചങ്ങായി നേരെ മുന്നിൽ വന്നിന്, ഓനെ തൊട്ട് കാണിക്കണം, മുന്നിലുണ്ട്, നേരം വിളിക്കണം. ഞാൻ പറഞ്ഞത്, ഓ ഉമ്മമാരെ, അന്ന് നിങ്ങളെ ഭർത്താവോ നിങ്ങളെ ആൺകുട്ടികളോ പള്ളിയിൽ പെർലാടം പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുമ്പോ അവരെ കയ്യിൽ നിങ്ങളൊരു 100 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 50 രൂപ കൊടുക്കണം. പോകട്ടെ, ഒരു 10 രൂപയാണെങ്കിലും. കാരണം സ്ത്രീകൾക്കും വെള്ളിയാഴ്ച ദിവസം സ്വതക്ക ചെയ്യുന്നത് പുണ്യമാണ് കേട്ടോ. അപ്പൊ പള്ളിയിൽ ഏതെങ്കിലും ഒരു പിരിവുകാർ വന്നിട്ടുണ്ടാകും, അതാ പുറത്തൊരു മുസല്ല വിരിച്ചിട്ടുണ്ടാകും, നമ്മളത് കണ്ടിട്ടില്ല എന്ന് നടിക്കരുത്. ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജുമയ്ക്ക് പോകുന്ന പുരുഷന്മാരെ കയ്യിൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ അവിടെ ഡബ്ബിയിലിടണം, അല്ലെങ്കിൽ പുറത്ത് വിരിച്ചിട്ടുള്ള മുസല്ലയിലിടണം. കാരണം എന്തേ? വെള്ളിയാഴ്ച ദിവസം സ്വതക്ക വലിയ പുണ്യമുള്ള ദിവസമാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ആ വെള്ളിയാഴ്ച ദിവസം ദുആക്ക് വലിയ ഇജാബത്തുള്ള ദിവസമാണ്. അതേ സമയത്ത് ഇനി ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, വെള്ളിയാഴ്ച ദിവസം വളരെ നേരത്തെ പള്ളിയിൽ പോകുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് കേട്ടോ. പഴയ കാലത്ത് ഞങ്ങളെ പള്ളികളിലൊക്കെ നേരത്തെ പഴയ നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും വന്നിരുന്നു. ഇന്ന് ഞങ്ങളെ പള്ളിയിൽ നേരത്തെ പുരുഷന്മാരെ കാണുന്നില്ല. ചോദിക്കട്ടെ പുരുഷന്മാരെ, വഅദിന്റെ സദസ്സ് സംഘടിപ്പിക്കുമ്പോ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എത്രയോ സ്ത്രീകളും നേരത്തെ വന്നിരിക്കും. പുരുഷന്മാരുടെ ഭാഗം സദസ്സ് നിറയുന്നത് പിന്നെയാണ്. സ്ത്രീകളുടെ ഭാഗത്തോ നേരത്തെ തന്നെ നിറഞ്ഞിരിക്കും, പുരുഷന്മാരുടെ ഭാഗം പിന്നെയാണ് നിറഞ്ഞു നിൽക്കുക. എന്നാൽ വഅലിന്റെ സദസ്സിൽ നേരത്തെ തന്നെ സ്ത്രീകൾ വരുന്നത് പോലെ പുരുഷന്മാരെ, നിങ്ങളുടെ ഇബാദത്തിന്റെ സ്ഥലം പള്ളിയാണ്. ആ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസം നേരത്തെ തന്നെ നിങ്ങൾ വന്ന് ഇരിപ്പിടം ഉറപ്പിക്കണം. ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ നേരത്തെ വരുന്ന ആളുകളെ കാണുന്നില്ല. പഴയ കാലത്ത് അവരുണ്ടായിരുന്നു, അവരൊക്കെ ഇന്ന് നേരത്തെ പോയി ഖബറിൽ കടന്നുപോയി. ആ ഉപ്പാപ്പാന്റെ പേരക്കുട്ടി ഇന്നുണ്ട്, അവൻ കുറെ വൈകിട്ടാണ് ജുമയ്ക്ക് പള്ളിയിൽ വരുന്നത്. അങ്ങനെയാകാൻ പാടില്ല. ഓ മോനെ, പള്ളിയിൽ നീ ആരെ കാണാനാ വരുന്നത്? പള്ളിയിൽ നീ ആരെ കാണാനാ വരുന്നത്? ഇത് ഞാനല്ല പറയുന്നത്, മഹാന്മാര് പറഞ്ഞില്ലേ, പള്ളി എന്ന് പറഞ്ഞാലോ അള്ളാന്റെ വീടാണ്. പള്ളി എന്നത് അള്ളാന്റെ ഭവനമാണ്. ആ അള്ളാന്റെ ഭവനത്തിൽ നീ വന്നാൽ നീ അള്ളാനെ കാണാൻ വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം പള്ളിയുടെ ഉള്ളിൽ അള്ള ഉണ്ട് എന്നല്ല, അള്ളാഹ്ക്കൊരു സ്ഥലമില്ല. അള്ള എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അള്ള ആകാശത്തിലാണ് എന്നല്ല. അള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ അതിന്റെ മറുപടി അള്ളാഹ്ക്ക് സ്ഥലമില്ല. എന്തേ കാരണം? ഏത് സ്ഥലമുണ്ടായത് പിന്നെയാണ്, സ്ഥലങ്ങളൊക്കെ പിന്നീട് ഉണ്ടായതാണ്. ഈ സ്ഥലം പടച്ചവനാരാണ്? അള്ളയാണ്. അപ്പൊ അള്ള ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ ആ സ്ഥലം അള്ള പടക്കുന്നതിന് മുമ്പ് അള്ള എവിടെയായിരുന്നു? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഒരു സ്ഥലമില്ല എന്നതാണ് മറുപടി. പിന്നെ അള്ളാന്റെ പള്ളിയിൽ വരുന്നത് അള്ളാനെ കാണാനാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ ഭവനം എന്ന അർത്ഥത്തിലാണ്. ആ പള്ളിയിൽ നേരത്തെ നീ വന്നിരുന്നാൽ അല്ലാഹു തആല മാന്യത കുറവുള്ളവനല്ലല്ലോ. അല്ലാഹു കരീമല്ലേ? യാ കരീമു യാ അല്ലാഹ്. അള്ളാന്റെ ഒരു പേരല്ലേ കരീം എന്നത്? ഇന്ന് ഞങ്ങൾ നാട്ടിലുള്ള പലരോടും നിങ്ങളെ പേരെന്താണെന്ന് ചോദിച്ചാൽ കരീം എന്ന് പറയും. എന്ത് കരീം? കരീമല്ല, അബ്ദുൽ കരീമാണ്. കരീം ആരാണ്? അല്ലാഹുവാണ്. ആ കരീമായ റബ്ബിന്റെ അടിമയാണ്. എന്നാൽ ഏറ്റവും വലിയ അക്രമുൽ ഖുറമായി മാന്യന്മാരിൽ മാന്യനാരാണ്? യജമാനനായ റബ്ബാണ്. ആ റബ്ബിനെ കാണാൻ വന്ന ഒരു സന്ദർശകൻ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്റെ വീട്ടിൽ എന്നെ കാണാൻ ആരെങ്കിലും വന്നാൽ
ഞാൻ അവർക്ക് ചായ കൊടുക്കാതിരിക്കുമോ ഉമ്മമാരെ? ഞാൻ അവർക്ക് കുടിക്കാൻ ജ്യൂസ് കൊടുക്കാതിരിക്കുമോ? കടികൾ കൊടുക്കാതിരിക്കുമോ? അതേ സമയത്ത് ഞങ്ങളെ വീട്ടിലാരെങ്കിലും അതിഥികൾ വന്നാൽ വീട്ടുകാരായ ഞങ്ങൾ അവരെ സൽക്കരിക്കൂലേ? ഇവിടെ ഞാൻ വന്നപ്പോ അബ്ദുറഹ്മാന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നതാണ്. അല്ലാഹുവേ, ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും ഈ സദസ്സിലുള്ള നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അബ്ദുറഹ്മാൻക്കും അവരെ സഹോദരന്മാർക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ നീ മനസ്സമാധാനം നൽകണം റഹ്മാനെ. നല്ല ഭക്ഷണം തരും. അങ്ങനെയാണ് വീട്ടിൽ കയറിയാൽ സൽക്കരിക്കും. എന്നാൽ അല്ലാഹുവിന്റെ സൽക്കാരം എങ്ങനെയാണ്? ചായ തരലല്ല. ചായ കുടിച്ചാൽ പിന്നീട് അത് തീർന്നുപോയി. ഭക്ഷണം കഴിച്ചാൽ പിന്നീട് അതാ നജസായി പുറത്തു വന്നുപോയി. ഏറ്റവും വലിയ മാന്യനായ റബ്ബ്, ആ റബ്ബിന്റെ ഭവനമായ പള്ളിയിലെത്തിയാൽ, അതും നേരത്തെ എത്തിയാൽ, അല്ലാഹു തആല ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ വെള്ളിയാഴ്ച പള്ളിക്ക് വരുന്ന പുരുഷന്മാരെ ഒന്ന് റെക്കോർഡ് ചെയ്തു വെക്കാൻ. ആ മലക്കുകൾ ആ പുരുഷന്മാരുടെ പേരെഴുതി വെച്ചു പോയി. എന്നാൽ മാന്യനായ റബ്ബ് നമുക്ക് തരുന്ന സമ്മാനം എന്താണ്? ആ റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളല്ല പുറത്തു തന്നുപോയി. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തന്നുപോയി. ഇരിക്കട്ടെ, നാളെ എവിടെ ഒന്ന് പോയപ്പോ ഖത്തീബിനെ കുറിച്ചൊരു പരാതിയാണ്. അതിനുണ്ട് റഹീം സഖാഫി ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി ചോദിച്ചപ്പോൾ പറഞ്ഞ് 7 വർഷമായി. അല്ലാഹു തആല കുറെ കാലം ഇവിടെ തന്നെ സേവനം അനുഷ്ഠിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. ആമീൻ പറയാത്തവരുണ്ടോ? അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. എത്താപ്പോ ഒരു മുണ്ടാത്തൊരു ആമീൻ പറയാന്ന് പറഞ്ഞ ഒരു നല്ല കാര്യത്തിന് മൂപ്പര് നോക്കണില്ല, തല താഴോട്ടിരിക്കും. കാരണം കണ്ടിട്ട് ആമീൻ പറയാത്തവരുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് മനസ്സിൽ അവരോട് ശക്ക് വേണ്ട, ഇച്ചങ്ങായിക്ക് ഞാൻ ഇവിടെ നിന്ന് വേഗം പോകണമെന്ന് ഒരാഗ്രഹമുണ്ട്. അങ്ങനൊന്നുമില്ല. അല്ലാഹ് റഹീം സഖാഫിക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കുറെ കാലം ഇവിടെ നേതൃത്വം നൽകാൻ, സേവനം അനുഷ്ഠിക്കാൻ നീ ഭാഗ്യം കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാ. ചില സ്ഥലത്ത് പോയിട്ട് ഈ ഉസ്താദിനെ കുറെ കാലം ഇവിടെ നിലനിർത്താൻ അള്ളാഹ് വേർന്നുണ്ടല്ലോ. ചെറിയൊരു ആമീൻ, കുട്ടികളെ മാത്രം ആമീൻ കേൾക്കും. അത്രേ ഇത് ചെറിയ ഇവിടെ കുട്ടികളൊന്നുമില്ല. ഈ നാട്ടിൽ കുട്ടികൾ കുറവാ. വേഗം പറയും. അത് ശരിയാ. ഞാൻ കരുതി ഇവിടുത്തെ പെണ്ണുങ്ങന്മാരും പ്രസവിക്കാറേ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചരിത്രത്തിൽ കണ്ട് ബഹുമാനപ്പെട്ട അംറു ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ചരിത്രത്തിൽ കാണാം. മഹാനവരുകളെ ബാപ്പ ഉമ്മ എത്ര പറഞ്ഞിട്ടും മങ്ങലാന്നില്ല, കല്യാണം കഴിക്കണേ ഇല്ല. ബാപ്പ ഉമ്മ കുറെ പറഞ്ഞു നോക്കി, കല്യാണം കഴിക്കണേ. അപ്പൊ അവസാനം അന്ന് ജീവിച്ചിരുന്ന വലിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞ്, എന്റെ മോൻ എത്ര പറഞ്ഞാലും മങ്ങലാന്നില്ല, നിങ്ങൾ ഓനെ വിളിച്ച് ഉപദേശിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഉപദേശിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കത്തെഴുതി മോൻക്ക്, വേമ്പാ എനിക്ക് നിന്നെ കണ്ടൊന്ന് ഉപദേശിക്കാണ്ടെന്ന്. അങ്ങനെ അംറു ഇബ്നു ഉത്ബ തങ്ങൾ പോയി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, എത്തപ്പ ഉപ്പയും ഉമ്മയും നിർബന്ധിച്ചിട്ട് പല മക്കളുടെയും പ്രശ്നം എന്താണ്? ബാപ്പ മങ്ങലാകാൻ പറയുന്നില്ല എന്നാണ്. ഇതങ്ങനെയല്ല അല്ലേ? അങ്ങനല്ലേ? ഇല്ലേ? നിങ്ങൾ അങ്ങനല്ലപ്പാ. ഞാൻ ഉദാഹരണം ചോദിക്കാൻ, പല കുട്ടികളുടെ സങ്കടം എന്താന്ന് പറഞ്ഞ ബാപ്പ മോനോട് മംഗലാകാൻ പറയണില്ല. ബാപ്പ എങ്ങനെ മംഗലായിട്ട് സുഖിക്കുകയാണ്. പണ്ടേ ഏതോ ഒരു ഉപ്പ പോയില്ല പെണ്ണ് കാണാൻ വേണ്ടി. ആർക്ക്? മോൻക്ക്. മോൻ വിളിച്ചു പറഞ്ഞതാണ് ഗൾഫിൽ നിന്ന്, ബാപ്പ നിങ്ങൾ പോയിക്കോളൂ ബാപ്പ, എനിക്ക് കുറെ ആയാലും എന്റെ ഒരു പണിയെല്ലാം സെറ്റായാലും വീടെല്ലായി, ഇനിയിപ്പോ എനിക്കൊരു ബാപ്പ അല്ല പോകേണ്ടത്, ഉമ്മയും പെങ്ങന്മാരാ പോകേണ്ടത്. ബാപ്പ എന്തിനാ നോക്കണേ? ബാപ്പ നോക്കാനില്ല. മകന് പെണ്ണ് കാണാൻ പോകുമ്പോ ബാപ്പ നോക്കാനില്ല. ബാപ്പ ഇങ്ങനെ പോയെങ്കിൽ പുറത്ത് ഇരുന്നാ മതി. അവിടെ തിന്നാൻ ജ്യൂസോ മറ്റോ കുടിക്കാൻ എന്തെങ്കിലും തന്നാൽ കുടിച്ചോണ്ട് തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എല്ലാം തീർക്കണ്ടാവാ ഏസിക. പിന്നെ പൊതു ഉണ്ടാവില്ല. കാരണം ബാപ്പ വലിയ ബക്കാസോറാന്ന് മനസ്സിലാക്കും. അല്ലാഹു ഭാഗ്യ നന്നാക്കി തരട്ടെ. അതിനുണ്ട് ബാപ്പ കാണാനില്ല. ബാപ്പ പിന്നെ കാണുന്നേ മങ്ങലായി. പിന്നെ മോന്റെ മങ്ങലല്ലായ പിന്നെ മരുമകൾ വന്ന ശേഷമാണ് ബാപ്പ കാണാ. അതുവരെ ആരാ കാണേണ്ടത്? അത് ഒരു അങ്ങനെ പണ്ടൊരു ചെക്കൻ വിളിച്ചു പറഞ്ഞ് ഉപ്പാക്ക് എന്താ പറഞ്ഞറിയോ, ബാപ്പ ഒന്ന് പോയിട്ട് എന്റെ പൊരെല്ലാം സെറ്റായല്ലേ, ജോലിയൊക്കെ റെഡിയായി, ബാപ്പ ഒന്ന് പോയിട്ട് എനിക്കൊരു അല്ല നോക്കണം. പോയി വന്ന് നോക്കി വന്നു. ഇയാള് വന്നിട്ട് രാത്രി വിളിക്കുന്നു. പണ്ടെല്ലാം അങ്ങനെ നെറ്റ് വിളിക്കുന്നല്ലേ,
വിളിച്ചിട്ട് പറഞ്ഞ് എന്തായി വാപ്പ ഓക്കെ ആണോ? അപ്പൊ വാപ്പ പറഞ്ഞു ഓക്കെ, പക്ഷെ നിനക്കല്ല എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. ബാപ്പ കാണാൻ പോയത് മോൻ കാണാം, മങ്ങലാന്ന ബാപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, എത്ര നിർബന്ധിച്ചാലും കല്യാണം കഴിക്കണില്ല. അംർ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു. അപ്പൊ അംർ ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് നീ കല്യാണം കഴിക്കാത്ത? നീ അത്രയും നല്ല ആവാൻ പോവാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ട്, പിന്നെ ഞാനും കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അംർ ഇബ്നു ഉത്ബ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ അമലുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും കുറെ അമലുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കും കുറെ നിസ്കാര ഓത്തലുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളായ നിങ്ങൾക്കും ഉണ്ട്. എനിക്ക് അമലൊന്നുമില്ല, തീരെ അമലില്ല. പെണ്ണ് കെട്ടിയാലോ ഉള്ളതും ഇല്ലാതാവും. അതിനുണ്ട് മഹാനവർ പറഞ്ഞ അങ്ങനെയാണ്, തീരെ അമലില്ല, ഇനി കെട്ടിയ പെണ്ണ് ശരിയില്ല കണ്ടാലോ ഉള്ളതും ഇല്ലാതായിപ്പോ. ഇപ്പൊ ആകെ ഒരു 5 വക്ത് ഫർള് നിസ്കരിക്കാണ് ഞാൻ, അതും കൂടി ഇല്ലാതായിപ്പോ. ചിലപ്പോ കിട്ടിയ പെണ്ണ് ശരിയില്ലെങ്കിൽ, സ്വാലിഹത്തായ പെണ്ണായില്ലെങ്കിൽ. അപ്പൊ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ഈ പറഞ്ഞ ഇയാൾ പറഞ്ഞ ആ വാദത്തിൽ ശരിയുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പൊ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, വേണമെങ്കിൽ വേണമെങ്കിൽ കല്യാണം കഴിച്ചു, ഇല്ലെങ്കിൽ വിട്, നിനക്ക് വിട്ട് പറഞ്ഞയച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു വളരെ നിർബന്ധിച്ചിട്ട് അവസാനം മംഗലം ഉറപ്പിച്ചു നോക്കുമ്പോ പെണ്ണിനോട് പറഞ്ഞ്, പെണ്ണ് കാണാൻ പോയപ്പോ പെണ്ണിനോട് പറഞ്ഞില്ല, നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, മംഗലാകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് മംഗലത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ എന്റെ ഉപ്പയും ഉമ്മയും നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയാണ്. അത് ശരി, നീ പട്ടിണിയാവൂല, ബേജാറാവണ്ട. ഒരു ഭർത്താവിനെ കൊണ്ട് കിട്ടേണ്ടുന്ന ശാരീരിക സുഖം നിനക്ക് കിട്ടൂല, അത് നീ പ്രതീക്ഷിക്കേ വേണ്ട. കാരണം എനിക്ക് തീരെ ഇതിനോട് താല്പര്യമില്ല, ഞാൻ എന്റെ ആഖിറത്തെ കുറിച്ച് എന്നെ പേജാറില്ല, പേടിയിലാണ് ഞാൻ ഉള്ളത്. ദുനിയാവ് സുഖിക്കാനൊന്നും എനിക്ക് നേരമില്ല. അതേ സമയത്ത് നീ പട്ടിണിയാവൂല, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കിട്ടും, വസ്ത്രവും തരും ഞാൻ. ഇത് മതിയെങ്കിൽ നീ എന്നെ കല്യാണം കഴിച്ചാൽ ഉറങ്ങിക്കോ, റെഡി ആയിക്കോന്ന്. പെണ്ണ് പറഞ്ഞു, പെണ്ണ് അതിനേക്കാളും വലിയ മഹദിയാണ്. സുബ്ഹാനല്ലാഹ്, പെണ്ണിനും തീരെ താല്പര്യമല്ല ഇതിനോട്. ആ മഹദി പറഞ്ഞു, ആയിക്കോട്ടെ, എനിക്ക് ഭക്ഷണം വസ്ത്രവും മതി, നിങ്ങളെ ശാരീരിക സുഖമൊന്നും വേണ്ട, ആയിക്കോട്ടെ. എന്നിട്ടോ കല്യാണം കഴിച്ചു. കുറെ കഴിഞ്ഞു നോക്കുമ്പോ കല്യാണത്തിന്റെ അന്ന് രാത്രി ആദ്യത്തെ രാവാണ്, ആദ്യത്തെ രാത്രിയാണ്. മണിയറയിൽ ഈ അംർ ഇബ്നു ഉത്ബ തങ്ങളുടെ പുതിയ പെണ്ണ് വന്നു നോക്കുമ്പോ മഹാനവരുകൾ ഉളുവെടുത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ ചെറുപ്പക്കാരാ കേൾക്കുന്നത്? ആദ്യത്തെ രാത്രിയിൽ നീ കാലും നീട്ടിയിട്ട് പുതിയ പെണ്ണിനെ കാത്തിരിക്കല്ലേ കട്ടിലിൽ കിടന്നിട്ട്. അംർ ഇബ്നു ഉത്ബ തങ്ങൾ അങ്ങനെയല്ല. പുതിയ പെണ്ണ് മണിയറയിലേക്ക് ഒന്നാമത്തെ രാത്രിയിൽ സ്വപ്നങ്ങളുമായി കടന്നു വന്നപ്പോൾ ഈ പുതിയ പെണ്ണ് കാണുന്നത് ഭർത്താവ് നിസ്കരിക്കുന്ന രംഗമാണ്. ഭാര്യ വേഗം ഉളുവെടുത്തു നിസ്കരിക്കാൻ തുടങ്ങി. പ്രഭാതം വരെ നിസ്കാരമാണ്. അത്താഴ സമയമായപ്പോ അംർ ഇബ്നു ഉത്ബ തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, ഞാൻ നാളെ നോമ്പ് നോൽക്കുകയാണ്, നോമ്പ് നോൽക്കുകയാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞാലോ 1 മാസാകുമ്പോഴേക്ക് ഇവന് ഗുരുത്തന്നെ കിട്ടുന്നില്ല. പണ്ട് ഈർക്കിള് പോലെ ഉണ്ടായവനാണ് പുതിയാപ്പിള. നോക്കുമ്പോ കിട്ടിയ സൽക്കാരെല്ലാം കിട്ടി തിന്നിട്ട് യാട്ട പോലെ ആയിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതങ്ങനെയല്ല. ആദ്യത്തെ രാവിൽ അത്താഴ സമയമായപ്പോ ഭാര്യയോട് മഹാനവരുകൾ പറഞ്ഞു, എനിക്ക് നോമ്പാണ്, അത്താഴത്തിന് റെഡിയാക്കിക്കോ. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് നോമ്പാണോ? ഇതൻ അനസ്വായിമാ, ഞാനും നോമ്പാണ്, എനിക്കും നോമ്പാണ്, രണ്ടാളും നോമ്പായി. സുബ്ഹാന ജല്ല ജലാലു. രാത്രി ഫുള്ള് നിസ്കാരം, പകല് ഫുള്ള് നോമ്പ്. കുറെ ദിവസങ്ങൾ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുറെ ആയപ്പോഴേക്ക് വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും ചിന്തിക്കുന്ന ഒരു ചിന്തണ്ട്. അറിയോ, മകന്റെ മംഗലായപ്പോ മരുമകൾ വീട്ടിൽ വന്നിട്ട് കുറെ കഴിഞ്ഞാല്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ബാപ്പ ഉമ്മ എങ്ങനെ ചിന്തിക്കും? എന്താ ചിന്തിക്കണ? എന്തപ്പ ഇവരൊരു നമുക്കൊരു പുള്ളിനെ തരുന്ന വിഷയത്തിൽ ഇല്ലേ എന്നൊരു ചിന്ത. അങ്ങനെ ഉപ്പാപ്പമാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, പുള്ളിനെ വേണം, പുള്ളി കിട്ടുന്ന ഒരു വിഷയം തന്നെ ഇല്ല. ഓരിങ്ങനെ രാത്രി എപ്പോ നോക്കി നിസ്കാരം, പകൽ ഫുള്ള് നോമ്പ്. അല്ലാതെ ഞങ്ങൾക്ക് പുള്ളിമാരെ തരുന്ന വിഷയത്തിലില്ല. മെല്ലെ പോയി ചോദിച്ച് ഈ പുതിയ പെണ്ണിനോട്, എന്ത് നിങ്ങളെ ഹാലെന്ത്,
നിങ്ങൾ എപ്പോ നോക്കിയെങ്കിലും രാത്രി നിസ്കാരവും പകൽ നോമ്പും. ഞങ്ങൾക്ക് പുള്ളിനെ തരുന്നില്ലേ? പുള്ളി എന്ന് പറഞ്ഞ മനസ്സിലായ എത്തപ്പ പുള്ളി എന്ന് പറഞ്ഞ തിരിഞ്ഞാന്ന്. തിരിഞ്ഞ് നട്ടം തിരിയാണ്ട് അത് വലിയ അടങ്ങേറാ. പേരക്കുട്ടിനെ തരുന്നില്ലേ? ഇത് കേട്ട ഉടനെ ഭാര്യ പറഞ്ഞു, ഈ പെണ്ണ് പറഞ്ഞു, ഒരു ഭർത്താവിനെ കൊണ്ടല്ലേ എനിക്ക് കുട്ടിയെ കിട്ടേണ്ടത്, നിങ്ങളുടെ മകനിൽ നിന്ന് എനിക്കത് പ്രതീക്ഷയില്ല. ഉടനെ മഹാനവരുകൾ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ ഞാനൊരു വിഷയം പറഞ്ഞിരുന്നു, അത് ഞാനങ്ങ് പറഞ്ഞു പൂർത്തിയാക്കി ഇന്നത്തെ വാദ നിർത്തട്ടെ. ഖൈസമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരികളുടെ വഫാത്ത് അടുത്തപ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പാവങ്ങളെ കാണുമ്പോൾ ഒരിക്കലും അവരെ ഞങ്ങൾ തരം താഴ്ത്തിക്കൂടാ. കുടുംബത്തിൽ ചില ആളുകളുണ്ട്, കുടുംബത്തിലുള്ള പാവങ്ങളെ കണ്ടുകൂടാ. എന്തേ കാരണം? അവരെ കയ്യിൽ പണമില്ല, അതിന്റെ പേരിൽ കല്യാണം ക്ഷണിക്കാൻ മറന്നുപോയി. ചോദിക്കട്ടെ, സമ്പന്നരെ കല്യാണത്തിന് ക്ഷണിക്കാൻ മറക്കുമോ? ഇല്ല, മറക്കൂല. പിന്നെ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഇവരെ കല്യാണത്തിന് ക്ഷണിക്കാൻ എങ്ങനെ മറന്നു? അവര് പാവപ്പെട്ടവരാ. പാവപ്പെട്ടവരെ മറക്കാൻ പാടില്ല. ഏത് നല്ല കാര്യം നിങ്ങളെ വീട്ടിൽ നടക്കുമ്പോ ഒന്നാമതായി നിങ്ങൾ ക്ഷണിക്കേണ്ടത് നിങ്ങളെ കുടുംബത്തിലുള്ള, നിങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ള പാവപ്പെട്ടവരെയാണ് കേട്ടോ. ഖൈസമത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ വഫാത്ത് അടുത്തപ്പോ മഹാനവരുകൾ വസിയത്ത് ചെയ്യുകയാണ്, ഫീ മഖ്ബറത്തി ഫുഖറാഇ ഖൗമിഹി. തന്റെ നാട്ടിലെ ഫുഖറാക്കളുടെ ഖബർസ്ഥാൻ എവിടെയാണുള്ളത്, പാവപ്പെട്ടവരുടെ ഖബർസ്ഥാൻ എവിടെയാണുള്ളത്, ആ പാവപ്പെട്ടവരുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി എന്നെയൊന്നും മറവ് ചെയ്യണേ. കാരണം പാവങ്ങളുടെ ഖബറിൽ വലിയ റഹ്മത്ത് ഇറങ്ങും കേട്ടോ. ജീവിതകാലത്ത് അവർ വലിയ പ്രയാസത്തിൽ ജീവിച്ചവരാണ്. മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോൾ അവരുടെ ഖബറിൽ അവർക്ക് വലിയ സന്തോഷമാണ്. എന്റെ മുഅ്മിനീങ്ങളും എണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നാ മതി. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ ഇന്നത്തെ വാദ നിർത്തുന്നു. റജബ് മാസത്തിലല്ലേ നമ്മളുള്ളത്? ഇനി വരാൻ പോകുന്നത് ശഅബാൻ മാസമല്ലേ? വരാൻ പോകുന്നത് റമളാൻ മാസമല്ലേ? ഈ റജബ് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കണം, ശഅബാൻ ഗുണമായി സാക്ഷി നിൽക്കണം, റമളാൻ നമ്മുടെ ജീവിതത്തിലുള്ള പാപങ്ങളെ മുഴുവനും അല്ലാഹു തആല റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണോ. അതിന് റജബിൽ തന്നെ ഒരുങ്ങണേ. റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് കൃഷിയിടുന്ന മാസമാണ്. ശഅബാൻ എന്ന് പറഞ്ഞാലോ ചെയ്ത കൃഷിയെ നനയ്ക്കുന്ന മാസമാണ്. റമളാൻ എന്ന് പറഞ്ഞാലോ ചെയ്ത കൃഷിയുടെ നേട്ടം കൊയ്തെടുക്കുന്ന മാസമാണ്. റമളാനിലെ കൃഷിയുടെ ഫലം കൊയ്തെടുക്കണമെങ്കിൽ റജബിൽ കൃഷി നട്ടുപിടിപ്പിക്കണ്ടേ, ശഅബാനിൽ ആ കൃഷിയെ നനക്കണ്ടേ. ഇത് മഹാന്മാര് ദുന്നൂനിൽ മിസ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാര് പറഞ്ഞതല്ലേ. ആ റജബ് നല്ല കാര്യങ്ങളെ കൊണ്ട് ധന്യമാക്കണം. ഇനി എത്ര ആയുസ്സുണ്ടെന്ന് നമുക്ക് അറിയില്ല, നിങ്ങൾക്കറിയില്ല. പക്ഷേ മരിക്കുന്നതിനു മുമ്പായി ബാപ്പാ ഒന്ന് സ്വാലിഹീങ്ങളിൽ പെട്ട് മരിക്കണം. ചെറുപ്പക്കാരെ, സ്വാലിഹീങ്ങളിൽ പെട്ട് മരിക്കണം. ഓ ഉമ്മ പെങ്ങന്മാരെ, അമല് കുറവാണ്. പക്ഷേ ആ കുറഞ്ഞ അമല് നല്ല ആത്മാർത്ഥതയോടെ നിർവഹിക്കണം, നല്ല ഭക്തിയോടെ നിർവഹിക്കണം.
മഹാന്മാരുടെ സുജൂദ് എങ്ങനെയാണ് ചരിത്രത്തിൽ കാണാം. അവരുടെ തലയിൽ ഒരു കിളി വന്നിരുന്നാൽ എത്ര സൂക്ഷ്മതയോടെയാണോ ആ കിളി പാറിപ്പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നത്. അതുപോലെയാണ് മഹാന്മാരുടെ സുജൂദ്. ധാരാളം സുജൂദ് അധികരിപ്പിക്കണം. സീമാകും ഫീ ഉജൂഹിഹിം മിൻ അസരി സുജൂദ്. ഈ ആയത്തിന് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു നൽകിയ വ്യാഖ്യാനമുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ കിതാബ് സുഹുദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ ചില പുരുഷന്മാരുടെയും ചില സ്ത്രീകളുടെയും മുഖമുണ്ടല്ലോ, നല്ല വെളുത്ത് പ്രകാശിക്കുന്നു. അവർ അമ്പിയാക്കളല്ല. എന്തേ ഈ മുഖം ഇങ്ങനെ പ്രകാശിക്കാൻ കാരണം? ലികസ്റതി സുജൂദിഹിം ഫിദ്ദുനിയാ. ദുനിയാവിൽ അവർ ചെയ്ത സുജൂദുകളുടെ ആധിക്യം കൊണ്ടാണ്. വേറെ ചില മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, അവരെ വീട്ടിൽ നിന്നവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ നെറ്റിത്തടത്ത് സുജൂദിന്റെ പാട് കാണാമായിരുന്നു. അവരുടെ രണ്ട് കൈകളിൽ സുജൂദിന്റെ പാടുകൾ കാണാമായിരുന്നു. അവരുടെ മുട്ടുകളിൽ സുജൂദിന്റെ പാടുകൾ കാണാമായിരുന്നു. അവരുടെ കാലുകളിലോ സുജൂദിന്റെ പാടുകൾ കാണാമായിരുന്നു. മുഅ്മിനീങ്ങളെ, എന്റെ മുഖം ഇവിടെയല്ലല്ലോ പ്രകാശിക്കേണ്ടത്. നൗഫൽ സഖാഫി റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ എന്റെ മുഖം പ്രകാശിക്കണം. നൗഫൽ സഖാഫിയുടെ വാദ കേൾക്കുന്ന ആണുങ്ങളെ, സ്ത്രീകളെ, നിങ്ങളെ മുഖം റബ്ബിന്റെ കോടതിയിൽ പ്രകാശിക്കണം. അതിന് ഏറ്റവും നല്ല വഴിയേതാണ്? ധാരാളം സുജൂദ് ചെയ്യണം. ഫർള് നിസ്കാരങ്ങൾ മാത്രം പോരാ, സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം അധികരിപ്പിക്കണം. സുബഹി ബാങ്ക് വിളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഉണർന്ന് തഹജ്ജുദ് നിസ്കരിക്കണം. ഒരുപാട് റക്അത്തുകൾ നിസ്കരിക്കണം. എന്നിട്ടോ കരഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വന്ന പാപങ്ങൾ അല്ലാഹ് പുറത്തു തരാൻ അല്ലാഹുവോട് കേണപേക്ഷിച്ച് ദുആ ചെയ്യണം. എത്ര മഹാന്മാരുണ്ട്. ഉമ്മ ഇപ്പോൾ ഇവിടെ ദുനിയാവ് സമ്പാദിക്കുന്ന തിരക്കിലല്ലേ. കുമ്പള ബജാറിൽ പോയാൽ, ഉപ്പള അങ്ങാടിയിൽ പോയാൽ, കാസർഗോഡ് ബജാറിൽ പോയാൽ തിരിച്ചു വരാൻ എന്തൊരു പ്രയാസമല്ലേ. കാരണം പർച്ചേസിംഗിന്റെ തിരക്കാണ്. വെള്ളിയാഴ്ച രാവാണോ എന്ന നോട്ടമില്ല. മഹാന്മാര് പറഞ്ഞില്ലേ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷം യാത്ര പുറപ്പെട്ടാൽ അന്ന് നിങ്ങൾക്ക് ജുമഅ കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത്യാവശ്യമില്ല എങ്കിൽ അന്ന് സുബഹിക്ക് ശേഷം വെള്ളിയാഴ്ച ദിവസം യാത്ര പോകൽ ഹറാമാണ് കേട്ടോ. അവിടെ തന്നെ പണ്ഡിതന്മാര് പറഞ്ഞു, വെള്ളിയാഴ്ച രാവ് യാത്ര പോകൽ കറാഹത്താണ് കേട്ടോ. ഇന്ന് ഞങ്ങളെ ഉമ്മമാരില്ലേ, വെള്ളിയാഴ്ച രാവെന്ന നോട്ടമില്ല, അങ്ങാടികളിൽ പോയി കറങ്ങുകയാണ്. ദുനിയാവ് സമ്പാദിക്കുന്നതിന്റെ തിരക്കിലാണ്. ഉമ്മ ആഖിറം സമ്പാദിച്ചു എന്ന് ഉറപ്പായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വാദിന് വന്നപ്പോൾ ഈ സദസ്സിൽ ഉണ്ടായ പലരെയും എനിക്കിവിടെ കാണുന്നില്ല. എന്തേ കാരണം? അവര് ഞങ്ങൾക്ക് മുമ്പ് നേരത്തെ മരിച്ചു ഖബറിൽ പോയി കിടന്നു. അങ്ങനെ
അങ്ങനെ മരിച്ചവരുടെ വീട്ടിൽ ഞാൻ ഇവിടെ പോയി ഇടക്കാലത്ത് ദുആ ചെയ്തത് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. അല്ലാഹുവേ, ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവരുടെ ഖബറുകളിലേക്ക് ഞങ്ങളെ ഇന്നത്തെ മജ്ലിസിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലാഹ്. ഞാനൊരു ചെറിയ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തട്ടെ. അംറു ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാനവരുകളുടെ കുറിച്ച് കൂട്ടുകാര് പറയാണ്, ഒരു നല്ല ചൂടുള്ള ഒരു ദിവസം ഉറക്കിൽ നിന്ന് ഞങ്ങൾ ഉണർന്നു നോക്കി. ഒരു യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് കിടന്നുറങ്ങിയതാണ്. ഉണർന്നു നോക്കിയപ്പോൾ എവിടെയാണ് അംറു ഇബ്നു ഉത്ബ തങ്ങളുള്ളതെന്ന് ഞങ്ങൾ തെരഞ്ഞു നോക്കിയപ്പോൾ മഹാനവരുകൾ ഒരു പർവ്വതത്തിലാണ്. ഓ ചെറുപ്പക്കാരാ, പർവ്വതത്തിൽ മഹാനവരുകൾ എന്താ ചെയ്യുന്നത്? വഹുവ സാജിദുൻ, മഹാനവരുകൾ സുജൂദ് ചെയ്യുകയാണ്. യാത്ര പോകുമ്പോഴും കിടന്നുറങ്ങാതെ മറ്റുള്ളവരെല്ലാം കിടന്നുറങ്ങി വിശ്രമിച്ചപ്പോ അംറു ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു പർവ്വതം തേടിപ്പോയി അവിടെ സുജൂദ് ചെയ്യുന്നു. കൂട്ടുകാര് പറയാണ്, ഞങ്ങളൊക്കെ നോക്കുമ്പോൾ മേഘം വന്ന് മഹാനവരുകൾക്ക് തണലിട്ടു കൊടുക്കുകയാണ്. നല്ല ചൂടുള്ള ദിവസമാണ്. അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവരെ അള്ളാ സഹായിക്കുമല്ലോ. മഹാനവരുകൾക്ക് നിസ്കരിക്കാൻ ചൂടുള്ള സമയം അല്ലാഹു തആല മേഘം കൊണ്ട് തണലിട്ടു കൊടുത്തു. എന്നിട്ട് കൂടെയുള്ളവർ പറയാണ്, ഞങ്ങളിതാ യാത്ര മുമ്പോട്ട് പോയി, അതാ യുദ്ധത്തിന് പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നു. അംറു ഇബ്നു ഉത്ബ തങ്ങൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ രാത്രി സമയമാണ്. ഒരു കാട്ടിലാണ്. മഹാനവരുകൾ അവിടെ നിസ്കരിക്കുകയാണ്. എവിടെ പോയാലും നിസ്കാരം. ഉമ്മമാരെ, കല്യാണത്തിന് പോയാൽ അന്നത്തെ ളുഹർ നിസ്കാരമില്ലാതെയായി പോയി അല്ലേ? രാത്രി മഗ്രിബിന് തൊട്ട് മുമ്പ് ബജാറിൽ പർച്ചേസിങ്ങിനോ ഷോപ്പിങ്ങിനോ പോയാൽ ഇശാഅ് കഴിഞ്ഞിട്ടല്ലേ വീട്ടിലെത്തുന്നത്. അന്നത്തെ മഗ്രിബ് നിസ്കാരം ഖളായി പോയല്ലോ. അംറു ഇബ്നു ഉത്ബ തങ്ങൾ അവിടെ അതാ രാത്രി നിസ്കരിക്കുകയാണ്. കൂട്ടുകാര് പറയുന്നു, ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടു. കാട്ടിൽ നിന്നൊരു സിംഹത്തിന്റെ ശബ്ദം കേട്ടു. ഞങ്ങളെല്ലാം ഓടിപ്പോയി രക്ഷപ്പെടാൻ നോക്കി. ഞങ്ങളതാ പലയിടത്തും ഓടിപ്പോയി. ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചിലർ മരത്തിൻ മുകളിൽ കയറി അംറു ഇബ്നു ഉത്ബ തങ്ങളിലേക്ക് നോക്കുകയാണ്. ഞങ്ങളെല്ലാവരും സിംഹത്തിന്റെ ഗർജനം കേട്ടപ്പോൾ ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിപ്പോയതാണ്. അംറു ഇബ്നു ഉത്ബ തങ്ങൾ നിസ്കാരത്തിലാണ്, കൈവിട്ടില്ല. നിസ്കാരം ഇടക്ക് വെച്ച് മുറിച്ചില്ല. ഞങ്ങള് മരത്തിൻ മുകളിൽ കയറിയിട്ട് താഴ്ഭാഗത്തുള്ള അംറു ഇബ്നു ഉത്ബ തങ്ങളോട് ചോദിച്ചു, അമാ ഖിഫ്തൽ അസദ, നിങ്ങൾക്ക് സിംഹത്തെ പേടിയില്ലയോ? സിംഹത്തിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? എന്നിട്ടും നിങ്ങൾ നിസ്കരിക്കുകയാണല്ലോ. ഞങ്ങളെല്ലാം ഓടിപ്പോയല്ലോ. അംറു ഇബ്നു ഉത്ബ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഓ സ്നേഹിതന്മാരെ, കൂട്ടുകാരെ, ഇന്നി ലഅസ്തഹയി മിർ റബ്ബി തബാരക വതആല അൻ അഖാഫ അഹദൻ സിവാ. അല്ലാഹു അല്ലാത്ത മറ്റൊരാളെ പേടിക്കാൻ എനിക്ക് ലജ്ജയുണ്ട് കേട്ടോ.
ഞാൻ അല്ലാഹനെ മാത്രം പേടിക്കുന്നവനാണ്. അല്ലാഹനെ മാത്രം പേടിച്ചവനെ ലോകത്തുള്ള എല്ലാവരും പേടിച്ചു പോകും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹനെ പേടിച്ചവനെ ലോകത്തുള്ള എല്ലാവരും പേടിക്കോ. സിംഹവും പേടിക്കോ, എല്ലാ ക്ഷുദ്രജീവികളും പേടിക്കൂ. സിംഹത്തിന്റെ ശബ്ദം കേട്ടപ്പോഴും ഓടിപ്പോയി രക്ഷപ്പെടാൻ നോക്കിയില്ല, പതറിപ്പോയില്ല. ഖൽബിലുള്ളത് അല്ലാഹുവിന്റെ ഭയമാണ്. ആ ഭയം എന്റെ ഖൽബിൽ നിറയണം. എന്റെ വാള കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളെ ഖൽബിൽ നിറയണം. അതിനാണ് നമ്മുടെ വാളിന്റെ സദസ്സ്. വാളിന്റെ ഇടക്ക് തമാശ പറയും, അത് കാര്യം പറയുന്നത് ശ്രദ്ധിക്കാൻ ഇടക്കൊന്ന് തമാശ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വാളിൽ പ്രസക്തി തമാശക്കല്ല, കാര്യത്തിനാണ്. ഈ വഅലുകൾ എന്തിനാണ്? ഈ നാട്ടിൽ ഇത്രയും ദിവസം വഅല് സംഘടിപ്പിക്കുന്നത് എന്തിനാണ്? ഇതിനെല്ലാം നല്ല ചെലവുണ്ട്, നല്ല ചെലവുണ്ട്. കേവലം ഒരു ചടങ്ങാക്കി പോകാനാണോ? വഅലിന് വന്ന ഉസ്താദുമാരുടെ വഅലിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് പിരിയാനാണോ? അല്ലേ, അല്ല. എന്റെ ഖൽബിൽ അല്ലാഹുവിനോടുള്ള ഭയമുണ്ടാകണം. അതിനാകണം നമ്മുടെ സദസ്സുകൾ. ഇത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ഇന്നത്തെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ മജ്ലിസ് ഉൾപ്പെടെ നമ്മുടെ സർവ്വ മജ്ലിസുകളും ഞങ്ങളെ ഖൽബിൽ നിന്നോടുള്ള ഖൗഫും ഭയവും ഭക്തിയും തഖ്വയുമെല്ലാം ലഭിക്കാൻ കാരണമാക്കണം അല്ലാഹ്.